ഈ വാക്കുകളുണ്ടല്ലോ, ഈ വാക്കുകളാണ് ഇതിൽ വിശേഷം. സ്വധർമ്മം അവരവർക്ക് വിധിച്ചിട്ടുള്ളതോ അവരവർ പാലിക്കേണ്ടതോ ആയ നിയന്ത്രണപൂർവമായ ജീവിതം, സദാചാരനിഷ്ഠ. അതിനാൽ നിർണിക്ത സത്വ, പവിത്രമാക്കപ്പെട്ട ശുദ്ധമാക്കപ്പെട്ട ജീവൻ. നമ്മുടെ ജീവനുണ്ടല്ലോ, നമ്മുടെ സത്വം, ആ സത്വത്തെ ഈ സ്വധർമാചരണം കൊണ്ട്, സ്വധർമ്മ അനുധാവനം കൊണ്ട്, പരിശീലനം കൊണ്ട് അതിനെ നിർണിക്തമാക്കണം, ശുദ്ധമാക്കി തീർക്കണം. നിർജ്ഞാതമദ്ഗതി. അങ്ങനെ ശുദ്ധമാക്കുന്നതോടുകൂടി ഈശ്വരൻ എന്ന് പറയുന്നത് എന്താ? എങ്ങനെയാണ് ഈശ്വരൻ നമ്മുടെ ലക്ഷ്യമാവുന്നത്, നമ്മുടെ ഗോളാവുന്നത്? അത് മനസ്സിലായിത്തീരും. നിർജ്ഞാതമദ്ഗതി. ഈശ്വരീയത എന്നുള്ളത് മനസ്സിലാവും. ഈശ്വരീയത എന്ന് പറയുന്നത് നാം ആരും കാണാതെ അദൃശ്യമായി അകന്നു കിടക്കുന്ന ഒരു സംഗതിയല്ല. നമ്മുടെ ജീവിതത്തിൽ തന്നെ നിയന്ത്രണവും നിഷ്ഠയും കൊണ്ടുവന്നാൽ അതിലുണ്ടാവുന്ന ഉദ്ഗതി, ആ ഔന്നത്യത്തിനാണ് ഈശ്വരീയത എന്ന് പറയുക. ഒരാളെ ഭക്തനോ ഭുക്തനോ എന്ന് പറയുന്നത് എന്തിനു നോക്കിയിട്ടാണ്? ആ ആളുടെ പ്രവൃത്തിയെ നോക്കിയിട്ടാണ്. ഈശ്വര വിശ്വാസത്തോടുകൂടി, ദിവ്യഭാവത്തോടുകൂടി, മുഖശ്രീയോടുകൂടി ആര് കണ്ടാലും ഈ ആൾ കൊള്ളാവുന്ന ആളാണ് എന്ന് തോന്നത്തക്ക വിധത്തിലുള്ള ഒരു മനസ്സും മുഖമൊക്കെ ഉണ്ടായാൽ ആ ആൾക്കൊരു ദിവ്യത്വമായി. അപ്പോൾ ദിവ്യത്വം നമ്മളിൽ നാം വളർത്തിയെടുക്കേണ്ടതാണ്. ദിവ്യത്വം എന്ന് പറയുന്നത് ഈശ്വരനിൽ ഒളിഞ്ഞു കിടക്കുന്നതല്ല. നാം നമ്മെ തന്നെ ദിവ്യമാക്കാം, ദിവ്യവുമാക്കാം. നിർജ്ഞാതമദ്ഗതി ജ്ഞാനവിജ്ഞാന സമ്പന്ന. ജ്ഞാനവിജ്ഞാന സമ്പന്ന. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധിയെ വേണ്ടതുപോലെ വിനിയോഗിച്ച് ധർമാധർമ്മങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി, അതിനു വേണ്ടി വന്നാൽ അതിനുള്ള ശാസ്ത്രങ്ങൾ വായിച്ച് ഗ്രഹിച്ച്, ജ്ഞാനവിജ്ഞാനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, ഉപന്യാസങ്ങളോ തത്വപ്രവചനങ്ങളോ സപ്താഹങ്ങളോ ഭാഗവത തത്വ സമീക്ഷാ സത്രങ്ങളോ, അങ്ങനെ പലതും ഉണ്ടല്ലോ, ജ്ഞാനയജ്ഞങ്ങൾ. അവിടെയൊക്കെ പോയി ഇരുന്ന് കേട്ട് അവസാനം ആ ജ്ഞാനം വിജ്ഞാനമായി തീരും. എപ്പോൾ? ഒരു സാധനാരൂപത്തിൽ ഈ ജ്ഞാനത്തെ അനുധാവനം ചെയ്താൽ നമുക്ക് അനുഭവസിദ്ധമായി തീരുന്ന ഒരു സമയമുണ്ടത്. അങ്ങനെ വിജ്ഞാനസമ്പന്ന. അപ്പം ശാസ്ത്രങ്ങൾ കേട്ടും വായിച്ചും അറിഞ്ഞും അതുകൊണ്ടുള്ളൊരു സമ്പന്നത, ആ അറിവ് ജീവിതത്തിൽ വിനിയോഗിച്ച് ഒരു സാധനയും നിയന്ത്രണവുമാക്കി തീർത്ത് അതുകൊണ്ട് നമുക്ക് കിട്ടുന്നതായ എവിടം വരെ ശ്രവണം, മനനം, നിധിധ്യാസനം എന്ന 3 എണ്ണം വേണ്ടതുപോലെ നേടി നമുക്ക് ആത്മജ്ഞാനം, ഒരനുഭവം, ഒരു സാക്ഷാത്കാരമായി തീരുന്ന നില. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ന ചിരാത് സമുപൈതി മാം. അധികം താമസിക്കാതെ ആ ഭക്തൻ എന്നെ പ്രാപിക്കുന്നു, എൻ്റെ അടുത്ത് വരുന്നു, ഞാനായി ഒന്നിച്ചു ചേരുന്നു. ഇവിടെ ഒരു വാക്കുണ്ട്, ജ്ഞാനവിജ്ഞാന സമ്പന്ന. ജ്ഞാനവിജ്ഞാനത്താൽ സമ്പന്നനാകൽ, ജ്ഞാനവിജ്ഞാന സമ്പന്നത. സാധാരണ നിങ്ങളൊക്കെ പരിശ്രമിക്കുന്നത് എന്തിനാ? ഒന്ന് നെഞ്ഞത്ത് കൈ വെച്ച് നിങ്ങൾ എന്നോട് പറയൂ, എന്തിനാ നിങ്ങൾ, എന്ത് സമ്പന്നതയ്ക്കാണ് നിങ്ങൾ നോക്കണത്? നമ്മുടെ കുടുംബം, കുട്ടികളൊക്കെ നന്നായി. ഒരാൾ ഗൾഫിലാണ്, പിന്നെ ഒരാൾ അമേരിക്കയിലാണ്, 3ാമത്തെ ആൾ ലണ്ടനിലാണ്, ഒക്കെ നല്ലതാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താ? ധനസമ്പന്നത, അതാണ് നിങ്ങൾക്ക് വേണ്ടത്. ജ്ഞാനവിജ്ഞാന സമ്പന്നത എന്നൊരു സങ്കല്പം പോലും നിങ്ങളുടെ മനസ്സിലില്ല. ഇന്നു മുതൽക്ക് ഉണ്ടാവട്ടെ അത്. നമ്മുടെ മനസ്സിന് ആവശ്യം പണമല്ല, അല്ല. നമ്മുടെ ബുദ്ധിക്ക് ആവശ്യം ഭൂസ്വത്തല്ല. നമ്മുടെ മനസ്സ് ഭാവം കൊണ്ടും ഭാവന കൊണ്ടുമാണ് സമ്പന്നമാവുക, ധന്യമാവുക. മനസ്സിൽ സ്നേഹമുണ്ടാവട്ടെ, ഭക്തി ഉണ്ടാവട്ടെ, സൗഹാർദ്ദമുണ്ടാകട്ടെ, സഹാനുഭൂതി ഉണ്ടാകട്ടെ, പരോപകാര വാഞ്ച ഉദിച്ച് ഉജ്ജ്വലമാകട്ടെ. ഇതാണ് നമുക്ക് ആവശ്യം. അങ്ങനെ മനസ്സിനുള്ളത്. ബുദ്ധിക്കുള്ളതോ ഈ ലോകത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി ആലോചിച്ച് വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിഞ്ഞ് വിവേകം ധാരാളം വളർന്ന് നമ്മുടെ ബുദ്ധി ഒരു വിശേഷ ബുദ്ധിയായി തീരുമ്പോഴാണ് ബുദ്ധിക്കുള്ള സമ്പന്നത, ധന്യത അപ്പോഴാണ്. അപ്പം ജ്ഞാനവിജ്ഞാന സമ്പന്നത എന്നുള്ള വാക്കിന് വലിയ അർത്ഥമാണ്. അതിൽ ധനമല്ല, ഭൗതിക സ്വത്തല്ല നമ്മൾ ആവശ്യപ്പെടുന്നത്. നമ്മുടെ വ്യക്തിത്വം വാസ്തവത്തിൽ ഉൾവ്യക്തിത്വമാണ്. ശരീരവും ശരീരാംഗങ്ങളുമെല്ലാം മനസ്സിനും ബുദ്ധിക്കും പ്രവർത്തിപ്പിക്കാനുള്ളതാണ്. മനസ്സും ബുദ്ധിയും വിനിയോഗിച്ചാലേ ഈ ശരീരാംഗങ്ങൾ പ്രവർത്തിക്കുള്ളൂ. അങ്ങനെയുള്ള ആ ഉൾവ്യക്തിത്വത്തിൻ്റെ ധന്യത ഒരിക്കലും പണമല്ലേ, ധനമല്ലേ. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഓപ്പുലൻസ്, ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ റിച്ചസ്. വാട്ട് വി വാണ്ട് ഈസ് ആൻ എൻറിച്ച്ഡ് മൈൻഡ് ആൻഡ് ആൻ എൻലൈറ്റൻഡ് ഇൻ്റലിജൻസ്. ഇതാണ് നമുക്ക് ആവശ്യം. അപ്പം ജ്ഞാനവിജ്ഞാന സമ്പന്ന ന ചിരാത് മാം സമുപൈതി എന്ന് പറയുമ്പോൾ അതിന് വലിയ അർത്ഥമാണ്.
അപ്പോൾ ഈശ്വരൻ്റെ അടുത്ത് പോവുക, ഈശ്വരപ്രാപ്തി കൈവരിക എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ജ്ഞാനവിജ്ഞാന സമ്പന്നനാകുക എന്നാണ് അർത്ഥം. നമ്മുടെ ലക്ഷ്യം എപ്പോഴും പറയാറുള്ളത് ബ്രഹ്മവിത് ആപ്നോതി പരം എന്നാണ്. ബ്രഹ്മത്തെ അറിയുന്നവൻ മനുഷ്യജീവിതത്തിൽ തികഞ്ഞ സാഫല്യം കൈവരിക്കുന്നു എന്ന്. അപ്പോൾ ബ്രഹ്മജ്ഞാനം ജ്ഞാനാദേവ കൈവല്യപ്രാപ്തി, അറിവ് കൊണ്ട് മാത്രമേ കൈവല്യം എന്ന് പറയുന്നത് സിദ്ധിക്കുള്ളൂ എന്ന്. ഒരു ഭാഗത്ത് ബ്രഹ്മപ്രാപ്തി, ഇനിയൊരു ഭാഗത്തോ വിഷ്ണുപ്രാപ്തി, ഈശ്വരപ്രാപ്തി എന്ന് പറയും. ഇത് രണ്ടും സാധിക്കണമെങ്കിൽ എന്തു വേണം? നല്ല പോലെ ആലോചിക്കൂ. മനസ്സ് ശുദ്ധമാവണം. ശുദ്ധ മനസ്സിലൂടെ, ബുദ്ധിയുടെ തെളിച്ചത്തിലൂടെ മാത്രമേ ഈ പരമപദം, ഉള്ളിലാണ് നമുക്ക് ഇത് കൈവരേണ്ടത്. അപ്പോൾ ഉള്ളിൽ ഈ പരമപദം കൈവരിക്കണമെങ്കിൽ മനസ്സ് ശുദ്ധമായി വികസിക്കണം, അതിന് ഔന്നത്യം വേണം. അതേമാതിരി ബുദ്ധിക്ക് തെളിച്ചവും പ്രകാശവും സൂക്ഷ്മതയും കേന്ദ്രീകരണവും വേണം. അങ്ങനെയാണ് ഇത് നമ്മൾ നേടിയെടുക്കുക. പ്രഹ്ലാദൻ പറഞ്ഞത് മുമ്പ് പറയുണ്ടായി, ഇനിയും പറയാം. എന്നാൽ ഈ ശ്ലോകങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിത്യപാഠമാവണം. നാലം ദ്വിജത്വം ദേവത്വം ഋഷിത്വം വാ അസുരാത്മജാഃ പ്രീണനായ മുകുന്ദസ്യ ന വിത്തം ന ബഹുജ്ഞത. 7-ാം സ്കന്ധത്തിലുള്ളതാണ്. നാലം ദ്വിജത്വം ദേവത്വം ഋഷിത്വം വാ അസുരാത്മജാഃ പ്രീണനായ മുകുന്ദസ്യ ന വിത്തം ന ബഹുജ്ഞത. എന്താ ഇതിനർത്ഥം? പ്രഹ്ലാദൻ പറയുകയാണ്. ആരാ ഈ പ്രഹ്ലാദൻ? മഹാവിഷ്ണുവിനെ നഖശിഖാന്തം വെറുത്ത് ഇടിച്ചു കുത്തി പൊടിയാക്കണം എന്ന് വിചാരിച്ചിരുന്ന അസുരചക്രവർത്തിയാണ്. മഹാവിഷ്ണുവിനെ ശത്രുരൂപത്തിലാണ് കണ്ടത്. താൻ ശത്രുസംഹാരിയാവാൻ വേണ്ടി ബ്രഹ്മാവിനിൽ നിന്ന് പ്രത്യേകം വരങ്ങളും മേടിച്ച് അങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ആ ഹിരണ്യകശിപുവിൻ്റെ മകനാണ്. അപ്പോൾ ഇതിലേറെ ഒരു പ്രതികൂല ജന്മം ആർക്കെങ്കിലും ഉണ്ടോ? ആ കുട്ടി പറയുകയാണ്, നാലം ദ്വിജത്വം. ഒരാൾ ദ്വിജനായതുകൊണ്ട് ഒരു കാര്യമില്ല. ദേവത്വവും വേണ്ട. ഋഷിത്വം വാ അസുരാത്മജാഃ, ഹേ അസുരപുത്രന്മാരെ, അല്ലേ അസുര സന്താനങ്ങളെ, ഋഷിത്വം, ആ ഋഷിത്വം നമുക്ക് വേണ്ട. പ്രീണനായ മുകുന്ദസ്യ, മുകുന്ദനെ സന്തോഷിപ്പിക്കുന്നതാണോ നിങ്ങളുടെ ലക്ഷ്യം? എന്നാൽ ദ്വിജനായി ജനിക്കണം, ദേവനായിത്തീരണം, ഋഷിയായിത്തീരണം എന്നുള്ള വിചാരമൊന്നും ആവശ്യമില്ല. എന്താ? മുകുന്ദനെ പ്രീണിപ്പിക്കാൻ ന വിത്തം ന ബഹുജ്ഞത, ധാരാളം പണം വേണം, ധനം വേണം, അതുമില്ല. ന ബഹുജ്ഞത, കുറേ ശാസ്ത്രങ്ങളും പാണ്ഡിത്യവും സ്കോളർഷിപ്പും ഒക്കെ വേണമെന്നുണ്ടോ? അതുമില്ല. ഇതെല്ലാം പ്രയോജനമില്ല. നാലം എന്നാണ് പറയണത്. നാലം ദ്വിജത്വം ദേവത്വം ഋഷിത്വം വാ അസുരാത്മജാഃ പ്രീണനായ മുകുന്ദസ്യ ന വിത്തം ന ബഹുജ്ഞത ന ദാനം ന തപോനേജ്യ ന ശൗചം ന വ്രതാനി ച. എന്തൊക്കെയാ പിന്നെ പുണ്യകർമ്മങ്ങളുള്ളത്? ദാനം, വാരിക്കോരി ദാനം കൊടുക്കുക. അതുമാതിരി കഠിനമായ തപസ്സൊക്കെ ചെയ്യുക. ഇപ്പോൾ പാർവതി പഞ്ചാഗ്രി മധ്യത്തിലിരുന്ന് തപസ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഹിരണ്യകശിപു തന്നെ ബ്രഹ്മാവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഊർധ്വബാഹുർ നഭോദൃഷ്ടി പാദാങ്കുഷ്ഠാശ്രിതാവനി എന്നാണ് ഭാഗവതം വിവരിക്കുന്നത്. കൈയും തലയും മേപ്പോട്ടുയർത്തി കാലിൻ്റെ തള്ളവിരലത്ത് ഊന്നി നിന്നിട്ടാണത്രേ ഹിരണ്യകശിപു തപസ് ചെയ്തത്. അങ്ങനെയുള്ള തപസ്സൊന്നും വേണ്ട. നേജ്യ, യജ്ഞയാഗങ്ങൾ, ഹോമാഗ്നി കൂട്ടി അതിൽ പലതും ഹോമിക്കുക. ന ശൗചം ന വ്രതാനിച, ശൗചത്തിൻ്റെ പേരിൽ ആചമനാദി പല ചിട്ടകളുമുണ്ട്. അതുമാതിരി വ്രതാനിച, പല വിധത്തിലുള്ള വ്രതങ്ങൾ, ഏകാദശി ദ്വാദശി തുടങ്ങി പല വ്രതങ്ങളും. നവരാത്ര വ്രതം ഇപ്പം കഴിഞ്ഞേ ഉള്ളൂ നമുക്ക്. ന ദാനം ന തപോനേജ്യ ന ശൗചം ന വ്രതാനിച പ്രീയതേ അമലയാ ഭക്ത്യാ ഹരി അന്യത് വിഡംബനം. ശ്രീഹരി ഉണ്ടല്ലോ, പരമകല്യാണനിധിയായിരിക്കുന്ന ഹരി, ദയാസിന്ധുവായിരിക്കുന്ന ഹരി, അദ്ദേഹം തൃപ്തിപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അമലയാ ഭക്തിയ, നിർമ്മലമായിരിക്കുന്ന ഭക്തി കൊണ്ടാണ്. പ്രിയതേ ഹരിഹി. ബാക്കിയെല്ലാം ഈ പറഞ്ഞതും ഇതുപോലെയുള്ളതുമൊക്കെ വിഡംബനം, കാട്ടിക്കൂട്ടൽ മാത്രം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഭാഗവതത്തിൻ്റെ മൊഴികളാണിത്. അത് പ്രഹ്ലാദൻ്റെ മുഖത്തിലൂടെ പറയിക്കുന്നു വേദവ്യാസ മഹർഷി എന്നേ ഉള്ളൂ.
നാലം ദ്വിജത്വം ദേവത്വം ഋഷിത്വം വാസുരാത്മജാഃ പ്രീണനായ മുകുന്ദസ്യ ന വിത്തം ന ബഹുജ്ഞത ന ദാനം ന തപോനേജ്യ ന ശൗചം ന വ്രതാനി ച പ്രീയത്തെ അമലയാ ഭക്ത്യാ ഹരിഃ അന്യത് വിഡംബനം. അപ്പോൾ എന്താ ഹരിയെ തൃപ്തിപ്പെടുത്താൻ ആവശ്യം? ശുദ്ധ നിർമ്മലമായിരിക്കുന്ന ഭക്തി. ഭക്തി എവിടുന്നാ പുറപ്പെടുന്നത്? എവിടെയാണ് നിൽക്കുന്നത്? മനസ്സിൽ നിന്ന്. അപ്പോൾ നിർമ്മലമായ മനസ്സിൽ നിന്നുള്ള ഭക്തിയാണ്. അപ്പോൾ മനസ്സിനാണ് നൈർമല്യം, സാരല്യം വരേണ്ടത്. ആ മനസ്സ് ശുദ്ധീകരിക്കുന്നതാണ് ഇവിടെ പ്രമാണം. എന്ത് വർണ്ണമോ ആവട്ടെ, എന്ത് ആശ്രമമോ ആവട്ടെ, അതൊക്കെ പേരിന് മാത്രം. ലോകത്തിൽ വ്യവസ്ഥകളുണ്ടല്ലോ, ആ വ്യവസ്ഥകളിൽപ്പെട്ട ഒന്നാണ്, പ്രകൃതി തന്നെ രചിച്ചിട്ടുള്ളതാണ്. ആ വ്യവസ്ഥയുടെ ഉള്ളിൽ കിടക്കുന്ന മനസ്സുണ്ടല്ലോ, ആ മനസ്സിന് ഇച്ഛിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഐച്ഛികം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതാണ് അവിടെ പ്രധാനം. അതുപയോഗിച്ച് മനസ്സിനെ ശുദ്ധമാക്കുക. ഭഗവത്ഗീതയിൽ 18-ാമത് അധ്യായത്തിൽ സമാപന വേളയിൽ കൃഷ്ണൻ പറയണതൊന്ന് കേൾക്കുക. ഭക്ത്യാ മാമഭിജാനാതി യാവാൻ യശാസ്മി തത്വതഃ തതോ മാം തത്വതോ ജ്ഞാത്വാ വിശതേ തദനന്തരം. ഈ ബ്രഹ്മപ്രാപ്തി എന്ന് പറഞ്ഞുവല്ലോ, ഭക്ത്യാ മാം അഭിജാനാതി. ഈശ്വരനെ മനസ്സിലാക്കണമെങ്കിൽ അതിന് ഭക്തി ആവശ്യമാണ്. എന്താ ഈ ഭക്തി? മനസ്സിൻ്റെ സാരല്യം. സരളമായിരിക്കുന്ന ഒരു മനസ്സ്, നിർമ്മലമായിരിക്കുന്ന ഒരു മനസ്സ്, കപടമില്ലാത്തത്, നിഷ്കളങ്കം, കൈതവമില്ലാത്തത്, ആ മനസ്സാണ് ഇവിടെ പ്രമാണം. ഭക്ത്യാ മാം അഭിജാനാതി, എന്നെ മനസ്സിലാക്കുന്നു. എങ്ങനെ? യാവാൻ യശ്ചാസ്മി തത്വതഃ. നിങ്ങൾ മിക്കവരും ഭക്തന്മാരാ? അല്ല, എല്ലാവരും തന്നെ ഭക്തന്മാരാ. ഞങ്ങൾക്ക് ഈശ്വരഭക്തി ഉണ്ട് കേട്ടോ, സമ്മതിച്ചു. പക്ഷേ നിങ്ങളുടെ ഈശ്വരൻ ആരാ എന്നേ പറയുള്ളൂ. നിങ്ങൾ ഈശ്വരൻ ഇന്ന ആളാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അപ്പം യാവാൻ, ഞാൻ ആരാണെന്ന് മനസ്സിലാക്കുന്നു, ഭക്തിയുള്ള മനസ്സ്. യശ്ചാസ്മി, എൻ്റെ അളവ് എത്രയുണ്ട്, മാഗ്നിറ്റ്യൂഡ് എത്രയുണ്ട്, വ്യാപ്തി എത്രയുണ്ട്, എനിക്കുള്ള ശക്തി എത്രയാണ്, ഞാൻ ആരാണ്, ഇതൊക്കെ തത്വതഃ, താത്വികമായി ഭക്തിയുള്ളവൻ മനസ്സിലാക്കുന്നു. തതോ മാം, ഇത് മനസ്സിലാക്കിയാലത്തെ ഫലം എന്താ? ഈശ്വരൻ സർവവ്യാപിയാണ്, സർവഗ്രാഹിയാണ്. എല്ലാം നിൽക്കുന്നത് ഈശ്വരനിലാണ്. ഈശ്വരൻ എല്ലാറ്റിലുമുണ്ട്, എല്ലാം ഈശ്വരനിലുമാണ്. അങ്ങനെ നമുക്ക് തള്ളിക്കളയാനോ വർജിക്കാനോ ഒഴിഞ്ഞു മാറാനോ പറ്റാത്തതായ ഒരു സാന്നിധ്യമാണ് ഈശ്വരൻ എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ താത്വികമായി മനസ്സിലാക്കി ജ്ഞാത്വ വിശദേ തദനന്തരം, ആ ഈശ്വരനിൽ പ്രവേശിക്കുന്നു അവർ. എന്നാൽ എന്താ അർത്ഥം? കൊടയും വടിയുമായിട്ട് അങ്ങോട്ട് പോയി പ്രവേശിക്കുകയല്ല, മറിച്ച് എന്താ? നാം അധിവസിക്കുന്നത് തന്നെ ഈശ്വരൻ്റെ മടിത്തട്ടിലാണ്. ആകാശകോശത്തിലാണല്ലോ ഗോളങ്ങൾ സ്ഥിതി ചെയ്യുന്നത്, ആകാശമോ ഈശ്വരനിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പം നമ്മളെല്ലാം ഇപ്പോൾ തന്നെ ഈശ്വരനിൽ സ്ഥിതി ചെയ്യുന്നവരാണ് എന്നുള്ള ജ്ഞാനം ഉദിച്ച് ആ ജ്ഞാനരൂപേണയാണ് അവർക്ക് പ്രവേശമുണ്ടാകുന്നത്. അല്ലാതെ ടിക്കറ്റ് മേടിച്ച് വാതിൽ തുറന്ന് ഈശ്വരൻ അങ്ങോട്ട് കടത്തി വിടുകയല്ല. ഉള്ളതൊക്കെ ഈശ്വരൻ, എന്നെ വലയം ചെയ്ത് നിൽക്കുന്നത് ഈശ്വരൻ, എൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് ഇടതൂർന്ന് പ്രകാശിക്കുന്നതും ഈശ്വരൻ, സെല്ലാന്തരമുള്ളത് ഈശ്വര സാന്നിധ്യം എന്നുള്ളൊരറിവ് നമുക്കുണ്ടാവുന്നു. ഭക്ത്യാ മാമഭിജാനാതി യാവാൻ യശ്ചാസ്മി തത്വതഃ തതോ മാം തത്വതോ ജ്ഞാത്വാ വിശതേ തദനന്തരം. വർണ്ണാശ്രമവതാം ധർമ്മ ഏഷ ആചാരലക്ഷണഃ സവേവ മദ്ഭക്തിയുതോ നിശ്രേയസകരഃ പരഃ. വർണ്ണാശ്രമവതാം ധർമ്മ ഏഷ ആചാരലക്ഷണഃ. ഉദ്ധവ, എന്നോട് ചോദിച്ചില്ലേ വർണ്ണാശ്രമധർമ്മങ്ങൾ എന്താ എന്നൊന്ന് പറഞ്ഞു തരുമെന്ന്? ധർമ്മം എന്ന് പറയുന്നത് ആദ്യം മനസ്സിലാക്കുക. മനസ്സിലാക്കാതെ കുട്ടികളാണെങ്കിൽ മനസ്സിലാക്കുന്നതിന് മുൻപ് ആചരിക്കാൻ തുടങ്ങുക. ആചരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും ഒരു അച്ചടക്കമോ ഒരു നിയന്ത്രണമോ ഉണ്ടെങ്കിൽ അത് കേൾക്കാനും നിയന്ത്രണം എന്ന് എഴുതാനുള്ളതാ. അതോ നമ്മുടെ ജീവിതത്തിൽ അനുധാവനം ചെയ്യുക, പരിശീലിക്കാനും പ്രയോഗിക്കാനുമുള്ളതോ? എന്ത് ധർമ്മവും ആചരണത്തിനാണ്.
ഇപ്പോൾ സത്യം പറയൂ, സത്യം പറയൂ, സത്യം പറയൂ 1000 തവണ പെരുക്കപ്പട്ടികമാതിരി പഠിച്ചാൽ സത്യം പറയലാവോ? പറയുന്നതൊക്കെ സത്യമാവണം, നുണ പറയരുത്. അപ്പം നുണയാണോ താൻ പറയുന്നത് എന്ന് നോക്കി, നുണയാണെങ്കിൽ പറയരുത്, സത്യം പറയണമല്ലോ എന്ന് പറഞ്ഞ് സത്യം പറയാം. അപ്പം ആചരണത്തിനാണ് ധർമ്മം മുഴുവനും. വർണ്ണാശ്രമവതാം ധർമ്മ ഏഷ ആചാരലക്ഷണ. ഈ ധർമ്മത്തിൻ്റെ ലക്ഷണം ആചാരമാണ്. ധർമ്മം ആചരിക്കാനുള്ളതാണ്. അതെന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ മാത്രമേ വാക്കുകളും പ്രതിപാദനവുമുള്ളൂ. ആ വാക്കുകളിലൂടെ പ്രതിപാദനം കഴിഞ്ഞ് നമ്മൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ അതനുസരിക്കുക. ഇപ്പോൾ അനപായിന്യ ഭക്തിയ എന്നിങ്ങനെ ഞാൻ പറയുണ്ടായി, നിങ്ങളത് കേട്ടു. ഉടനെ നിങ്ങളുടെ മനസ്സിൽ എന്ത് തോന്നണം? സ്വാമിജി പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, അനപായിന്യ ഭക്തിയ എന്ന്. അപ്പം നമ്മുടെ ഭക്തിക്ക് ഒരു തരത്തിലും ഒരപായം വരരുത്. ജീവിതം എങ്ങനെ മുമ്പോട്ട് നീങ്ങിയോ, എന്തെല്ലാം പ്രത്യാഘാതങ്ങൾ വന്നുവോ, എൻ്റെ മനസ്സിൽ ഈശ്വരനോട് തോന്നുന്ന ഭക്തിക്ക് കടുകട കോട്ടം വരരുത് എന്ന് തോന്നി കോട്ടം വരാതെ രക്ഷിക്കുന്നതാണ് ആചരണം. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് മുഴുവൻ എന്തിനാ? നിങ്ങൾക്ക് കേൾക്കാനാണോ? എനിക്ക് തോന്നുന്നു കേൾക്കാൻ തന്നെയാണ്. പക്ഷേ എന്തിന് കേൾക്കണു എന്ന് ചോദിച്ചാൽ, കേട്ട വാക്കുകൾ മനസ്സിൽ പതിയുന്നത് പോലെ ആ പതിഞ്ഞത് മുഴുവൻ അന്നു മുതൽ നിങ്ങളുടെ ആചരണത്തിൽ വേണം. ഏഷ ആചാരലക്ഷണ സയേവ മദ്ഭക്തിയുതോ. ഇങ്ങനെ ധർമാചരണം എന്ന് പറഞ്ഞുവല്ലോ, വർണ്ണാശ്രമധർമ്മങ്ങൾ. അത് ആചരിക്കുന്ന സമയത്ത് ഈ വർണ്ണത്തിലൂടെ, ഈ ആശ്രമത്തിലൂടെ, ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി, ഇതിലൂടെ നാം ആചരിക്കുന്നതായ നിഷ്ഠ, നിയന്ത്രണം ഒക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ മദ്ഭക്തിയുത, ഈശ്വരനോട് ഭക്തി തോന്നിക്കൊണ്ട് വേണം ഇത് മുഴുവനും ചെയ്യാൻ. അപ്പോൾ ആ ഭക്തി എന്ന് പറയുന്ന ആ ഉപ്പ് എല്ലാ പദാർത്ഥങ്ങളിലും നമ്മൾ ഇടുമല്ലോ, അതേമാതിരി ഈ ആചാരങ്ങളിൽ മുഴുവൻ അങ്ങോട്ട് ചേർന്നാൽ നിശ്രേയസകരഃ പരഃ. ആ ഭക്തി കൊണ്ട്, ഈ വർണ്ണാശ്രമധർമ്മം അനുസരിക്കുന്നത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് മോക്ഷം ഉണ്ടാവും. നിശ്രേയസം എന്ന് പറഞ്ഞാൽ, ഞാൻ മോക്ഷം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, എന്ത് മരണാനന്തരം വരേണ്ടതാണെന്ന്. നിത്യസുഖപ്രാപ്തി എന്ന് പറയുന്ന നിശ്രേയസം നിങ്ങൾക്ക് കിട്ടും. എങ്ങനെയായാൽ ഭക്തിയോടുകൂടി വർണ്ണാശ്രമധർമ്മങ്ങൾ ആചരിച്ചാൽ. അപ്പോൾ അവിടെ അധികപ്പറ്റെന്താ? അധികമായിട്ടുള്ളത് എന്താ? ഈ വർണ്ണങ്ങളും ആശ്രമങ്ങളും എല്ലാം വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തിനൊരു നിയന്ത്രണം കൊണ്ടുവന്ന് മനസ്സിനെ ശുദ്ധമാക്കി ബുദ്ധിക്ക് ആശയത്തെളിച്ചം വരുത്തി ആ ആത്മപ്രകാശം, ആത്മാനന്ദം വേണ്ടതുപോലെ നുകരാനും നുണയാനും വേണ്ടിയിട്ടാണ് എന്നൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അല്ലാണ്ട് നാം ഇത് വേറൊരാളുടെ തൃപ്തിക്കൊന്നുമല്ല നടത്തുന്നത്. അതാണ് കൃതയുഗത്തിനെ പറ്റി പറയുമ്പോൾ, കൃതയുഗത്തിലുള്ളവരെല്ലാവരും കൃതകൃത്യന്മാരായിരുന്നു അത്രേ. ഒരാളും ഏമിച്ചിട്ടോ ശാസിച്ചിട്ടോ വേണ്ട, അവരവരുടെ ധർമ്മം, അവരവരുടെ കൃത്യം എല്ലാവരും നിർവഹിച്ചു. അതിലവർക്ക് സന്തോഷമുണ്ടായിരുന്നു. അതവരൊരു തപസ്സും ഒരനുഷ്ഠാനവുമായി കണ്ടു. അതുമാതിരി നിങ്ങൾ വസ്ത്രമുടുക്കനുണ്ടെങ്കിൽ അതൊരനുഷ്ഠാനമാവണം, കുളിക്കലുണ്ടെങ്കിൽ അതൊരനുഷ്ഠാനമാവണം, ഊട് കഴിക്കലുണ്ടെങ്കിൽ അതൊരനുഷ്ഠാനമാവണം, കുട്ടികളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒരനുഷ്ഠാനമാവണം, ഭർത്താവിനെയോ ബാക്കിയുള്ളവരെയോ ശുശ്രൂഷിക്കുന്നുണ്ടെങ്കിൽ അതൊരനുഷ്ഠാനമാവണം. ഒരനുഷ്ഠാനമാക്കി നിങ്ങളെല്ലാം ചെയ്യൂ, എല്ലാം ചെയ്യൂ. നിങ്ങൾ കുളിച്ച് ഒരു പൊട്ടിടാനായി കണ്ണാടിയിൽ നോക്കുമ്പോൾ ആ പ്രതിബിംബിച്ച് കാണുന്ന മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നണം. എന്നിട്ട് നമ്മളൊരു പൊട്ടിടുന്നത് ബാക്കിയുള്ളവർക്ക് കാണാനാണ്. അപ്പോൾ നമ്മുടെ മുഖം നോക്കിയാൽ പ്രസന്നത അങ്ങോട്ട് വെളിപ്പെടണം. അതൊരനുഷ്ഠാനമായി തീരണം. നമ്മൾ വീട് കെട്ടി ജീവിക്കുന്നത് സന്തോഷമായിട്ട് ജീവിക്കാനാണ്. വീട് കെട്ടി ജീവിക്കണമുണ്ട്, സന്തോഷമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ വീട്ടിൽ താമസിച്ചിട്ട് എന്താ കാര്യം? പണം ചെലവ് ചെയ്തതിന് എന്താ അർത്ഥം? അപ്പോൾ ഈ അനുഷ്ഠാനമാക്കി തീർക്കുക എന്ന് പറയുമ്പോൾ അതിന് വലിയ അർത്ഥമാണ്. ഭക്ഷണം കഴിച്ചോളൂ, വസ്ത്രങ്ങൾ ധരിച്ചോളൂ, ദിനചര്യകൾ കൊണ്ടു നടത്തിക്കോളൂ, ഒരു വിരോധമില്ല. ഇതൊക്കെ ആവശ്യമാണ്. ലോകത്തിൽ ജീവജാലങ്ങൾ മുഴുവൻ ഇങ്ങനെയാണ് കഴിഞ്ഞുകൂടുന്നത്. പക്ഷേ മനുഷ്യനുള്ള വിശേഷം എന്താണെന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തികൾ മുഴുവൻ ഒരു ധർമാചരണമായി കാണുന്നു, ഈശ്വര ഭക്തിയോടുകൂടി ചെയ്യുന്നു എന്നുള്ളതാണ് വിശേഷം. ഇത് രണ്ടും വന്നാലോ നിശ്രേയസകരഃ പരഃ, അതിൽ നിന്ന് മൃഗങ്ങൾക്കൊന്നും കിട്ടാത്തതായ ആ നിശ്രേയസപ്രാപ്തി, അഭ്യുദയം മാത്രമല്ല, ഭൗതികമായിരിക്കുന്ന അഭിവൃദ്ധി മാത്രമല്ല, ആന്തരമായിരിക്കുന്ന ശ്രേയസ്സും കിട്ടും. ഇതാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. വർണ്ണാശ്രമവതാം ധർമ്മ ഏഷ ആചാരലക്ഷണ
സയേവ മദ്ഭക്തിയുതോ നിശ്രേയസകരഃ പരഃ. ഈ വർണ്ണാശ്രമധർമ്മങ്ങളെ പറ്റി നിങ്ങളിപ്പോൾ കുറേ സർഗങ്ങളായി കേൾക്കണു. ഈ കേട്ടിട്ട് നിങ്ങളെന്താ തോന്നണതാവോ? നിങ്ങളെന്താ വേണ്ടത്? ഞാനിങ്ങനെ പറയും, ഞാൻ പറയണത് നിങ്ങളെ കേൾപ്പിക്കാനാണെന്ന് വിചാരിച്ചാൽ അതൊരു അപൂർണമായ വിലയിരുത്തലാണ്. നിങ്ങൾക്ക് ഈ കാര്യങ്ങളെപ്പറ്റി ഒന്ന് തുറന്നു തരണം, ഈ കവാടം, ഒരു എക്സ്പോഷർ ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. എന്തിനു തുറന്നു തരണു എന്നാണ് ചോദ്യം. ഇതൊരു വലിയ അധ്വാനമാണല്ലോ. ഇത് എളുപ്പമൊന്നും ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കാൻ പറ്റില്ല. ഇതിന് പല വിധത്തിലുള്ള സങ്കീർണതകളുണ്ട്. എന്നാലും ഈ ഒരു പ്രോഗ്രാം നമ്മൾ നടത്തുന്നത് എന്തിനാ? ഭഗവാന്റെ വാക്കുകൾ ജനങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ ആരും പുറപ്പെട്ടില്ല എന്നുള്ള ഒരു അഭാവം വരരുത്. ഇതാണ് എൻ്റെ മനസ്സിലുള്ള ഉദ്ദേശം. ഈശ്വരന് തോന്നരുത്, അയ്യോ എൻ്റെ ധാർമ്മികമായ സത്യസന്ധമായ മൊഴികൾ ജനങ്ങൾക്ക് കല്യാണം നൽകുന്നത്, ചൊരിയുന്നതായ വാക്യങ്ങൾ ഇത് കേൾപ്പിക്കാൻ ആരും പുറപ്പെട്ടിട്ടില്ലല്ലോ എന്നൊരു തോന്നൽ ഭഗവാന് വരരുത്. അതാ ഞാനിതിന് പുറപ്പെട്ടത്. അങ്ങനെ കേൾപ്പിക്കുന്നത് എന്തിനാ? നിങ്ങളുടെ ജീവിതം മുഴുവനും ഒരു അനുഷ്ഠാനമായി തീരണമെന്ന്. നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ. ഇടയ്ക്കിടയ്ക്ക് പൊളി പറഞ്ഞാലും എനിക്ക് വിരോധമില്ല. പൊളി പറയണമെന്നല്ല ഞാൻ പറയുന്നത്. പൊളി പറഞ്ഞാലും വിരോധമില്ല. പക്ഷേ ആ പൊളിയും കൂടി ഒരു അനുഷ്ഠാനമാക്കി തീർക്കണം. ജീവിതത്തിനൊരു പുതിയ വ്യാഖ്യാനം ഉണ്ടാവണം. ഞാൻ മനുഷ്യനാണ്, ഞാൻ ജീവിക്കുന്നത് ഈശ്വരൻ്റെ ലോകത്തിലാണ്. ഇവിടെ ഉള്ളത് മുഴുവൻ ഈശ്വരൻ്റെയും പ്രകൃതിയുടെയും വ്യവസ്ഥകളാണ്. ആ വ്യവസ്ഥകൾക്കുള്ളിൽ ഒരു മനുഷ്യ സാധ്യതയോടുകൂടി ഞാൻ ജീവിക്കുന്നു, പെരുമാറുന്നു. ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും ഉദ്ദേശം ഈശ്വര ഹസ്തങ്ങളിലും അദ്ദേഹത്തിൻ്റെ സങ്കല്പങ്ങളിലുമാണ്. ആ വഴിക്ക് ഞാൻ നീങ്ങുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് മനുഷ്യനായ നിങ്ങളിൽ ആ ഈശ്വരാംശം കൂടുതൽ കൂടുതൽ പ്രകാശിച്ച് അങ്ങോട്ട് വരണം. ഇതാണ് എനിക്ക് ആവശ്യം. അപ്പം നിങ്ങൾ എന്തു വേണം എന്ന് നോക്കിയാൽ ഇതാണ് വേണ്ടത്. ഇനി ഈ വർണ്ണാശ്രമധർമ്മങ്ങൾ, വർണ്ണം എന്നുള്ള വാക്കിന് ഞാൻ അർത്ഥം പറഞ്ഞു നിറമാണെന്ന്. ഈ നിറം നോക്കി ചെടികളെയും സസ്യങ്ങളെയും നിർണ്ണയിക്കുന്നത് പോലെ നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും അറിയാവുന്നവരെയും നിങ്ങൾക്ക് നിർണ്ണയിക്കാൻ കഴിയണം. ആ ആൾ ബ്രാഹ്മണനാണോ, ബ്രഹ്മസ്വഭാവിയാണോ, ക്ഷത്രിയനാണോ, ക്ഷാത്ര തേജസ്സുള്ളവനാണോ, വൈശ്യസ്വഭാവിയാണോ, അതോ ശൂദ്രസ്വഭാവിയോ എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. അവരുടെ സ്വഭാവം ഉള്ളിൽ നിന്നാണ് പുറത്തു വിരിഞ്ഞു വരുന്നത്. ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അവിടെ പ്രകൃതിയുടെ സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങളാണ്. പക്ഷേ ആ 3 ഗുണങ്ങൾ തൊടുത്തും ഇളക്കിയും വിടുന്നതായ വാസനകൾ പ്രകടമാവുമ്പോൾ നിങ്ങൾക്ക് കണ്ടു മനസ്സിലാവും. ആ ആൾ വീരനാണോ, വീര്യപരാക്രമങ്ങളുള്ള ആളാണോ, പോലീസിൽ ചേരാനോ ഇഷ്ടം, അതോ ഉദ്യോഗ മേധാവിയാവാനോ, അയാൾക്ക് കൃഷിയാണോ ഇഷ്ടം, കച്ചവടമാണോ എന്നൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചോളൂ. അപ്പോൾ ആ ആളെ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ, അവനവനെ വേണ്ടതുപോലെ കണ്ടെത്തിയിട്ട് നമുക്ക് ഉയരണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉയരാൻ. ഇപ്പോൾ എൻ്റെ ഉള്ളിൽ കുറേ താമസികമായിരിക്കുന്ന ചില സ്വാധീനങ്ങളൊക്കെ ഉണ്ട്, രാജസവുമുണ്ട്. ആ താമസവും രാജസവും കുറച്ച് എനിക്ക് സാത്വികമായി തീരണം എന്ന് തോന്നിയാൽ ആ സത്വഗുണങ്ങളെപ്പറ്റി ബ്രഹ്മസ്വഭാവത്തിൽ വിവരിക്കുന്നു. അത് കുറേശ്ശെ ആയിട്ട് ശീലിക്കാം. അപ്പോൾ തനിക്ക് ഉയർച്ച വേണം എന്ന് തോന്നിയാൽ ആ ഉയർച്ച കൈവരിക്കാനും നമ്മുടെ കുടുംബാംഗങ്ങളുടെ സ്വഭാവഗതികളെപ്പറ്റി മനസ്സിലാക്കാനും ഇതൊക്കെ പ്രകൃതിയുടെ വിലാസങ്ങളാണെന്ന് മനസ്സിലാക്കി എല്ലാറ്റിനോടും ഇണങ്ങിച്ചേരാനും വേണ്ടിയിട്ടാണ് ഈ പ്രതിപാദനം. നിങ്ങൾക്ക് മക്കളുണ്ടാവാം. ആ മക്കളിൽ ഒരാൾക്ക് സത്വഗുണമാവും, പിന്നെ ഒരാൾക്ക് വൈരാഗ്യമുണ്ടായി എന്ന് വരാം. സത്വഗുണത്തിൻ്റെ സ്വഭാവമാണ് സാത്വിക സ്വഭാവം, വൈരാഗ്യമുണ്ടായി എന്ന് വരാം. അപ്പോൾ വൈരാഗ്യം ഉണ്ടാവുമ്പോൾ അത് നിരുത്സാഹപ്പെടുത്തരുത്. ആ കുട്ടി കുറച്ച് വിവേകവും വൈരാഗ്യവുമുള്ള കുട്ടിയാണ്. ഇപ്പം ഞങ്ങളുടെ ആശ്രമത്തിൽ 3-4 കുട്ടികൾ വന്നു. നിങ്ങൾ എന്താ അവിടെ വന്നതെന്ന് ചോദിച്ചു. ഒക്കെ ഒരു 20-24 വയസ്സുകാരാണ്. അപ്പോൾ അവർ ചോദിച്ചു, സ്വാമിജി എനിക്കൊരു പൂർണ്ണ സമയം ഈ അധ്യാത്മ ജീവിതം പിന്തുടരണം എന്നുണ്ട്, അങ്ങനെയുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ എൻ്റെ ഓഫീസിലേക്ക് വന്നോളൂ, അടുത്തിരുന്നോളൂ, ഇവിടെ ഞാൻ ജോലി ചെയ്യും, നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് നോക്കാം, നിങ്ങൾക്ക് എന്നെയും നോക്കാം, സമയം കിട്ടുമ്പോൾ സംസാരിക്കാമെന്ന് പറഞ്ഞു. സാധാരണ ഞാൻ എല്ലാവരെയും കാണുന്നത് സത്സംഗത്തിൻ്റെ ഹാളിലാണ്. സത്സംഗം ഒരു ഹാളുണ്ട്, അവിടെ ഇറങ്ങിപ്പോവും. ഈ കുട്ടികൾക്ക് പൂർണ്ണ സമയം ഇങ്ങനെ ആയാൽ കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ അവർ വന്നാൽ ഒരു വലിയ വാത്സല്യത്തോടു കൂടി, കൂടുതൽ വാത്സല്യത്തോടു കൂടി വിളിച്ച് അവരെ അടുത്തിരുത്തും. എന്നിട്ട് അവരോട് അതിനെ സംബന്ധിച്ചാണ് ഞാൻ സംസാരിക്കുക. അപ്പോൾ ഒരു കുട്ടിക്ക് ഗുണമുണ്ട് എന്ന് കണ്ടാൽ ആ ഗുണത്തിനെ നിങ്ങൾ ഇടിച്ചു താഴ്ത്താനോ അതിന് വിപരീതമായി പ്രവർത്തിക്കാനോ അല്ല നോക്കേണ്ടത്.
ഇപ്പം ഞങ്ങളൊക്കെ ഞങ്ങളുടെ അച്ഛനമ്മമാർക്ക് കുട്ടികളായിട്ട് ജനിച്ചതാ. നിങ്ങൾക്ക് മാത്രമല്ല കുട്ടികൾ, ഞങ്ങളും കുട്ടികളായിരുന്നു. അപ്പം ഞങ്ങളുടെ അച്ഛനമ്മമാർ ഇങ്ങനെ സന്യാസ ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അച്ഛനാകട്ടെ അമ്മയാകട്ടെ ഒരു വാക്ക് എതിർത്ത് പറയുകയെ അതിനെ നിന്ദിക്കുകയോ ചെയ്തിട്ടില്ല. അമ്മയുടെ പൂർണ്ണ പിന്തുണയാണ്, അച്ഛൻ്റെ മൗന പിന്തുണയാണ്. എന്താ നിങ്ങളുടെ കുട്ടികൾക്കും അങ്ങനെ ആയിക്കൂടാവോ? സന്യാസി ഇഷ്ടമാണ്. ഭൂമാനന്ദ സ്വാമിജിയുടെ സംസാരമോ വളരെ വിശേഷമാണ്. ഇവിടെ പലരും കാണാൻ വരും. നിങ്ങൾ എന്താ വന്നേ ചോദിക്കും ഞാൻ. സ്വാമിജി ഒന്നുമില്ല, സ്വാമിജി ഒന്ന് കാണാനുള്ള കൊതി കൊണ്ടുവന്നതാണെന്നാണ് പറയുന്നത്. അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പോൾ സന്യാസിയെ ഇഷ്ടമാണ്, സംസാരിക്കുന്നത് ഇഷ്ടമാണ്. അപ്പം നിങ്ങളുടെ കുടുംബത്തിലൊരാൾ സന്യസിക്കാൻ പുറപ്പെട്ടാലോ, അതുമാത്രം ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എവിടെയാ കുഴപ്പമെന്ന് നിങ്ങൾ തന്നെ പറയും. അപ്പം നിങ്ങളുടെ മനസ്സ് ഡബിളാണ്, ഡബിള്. ഈ ഇരട്ടത്താപ്പ് എന്ന് പറയില്ലേ, ഈ ഇരട്ടത്താപ്പൊന്നും പറ്റില്ല. ഒരു കുട്ടിയിൽ ആ ഗുണം കണ്ടാൽ അതിനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി അതിനെ സപ്പോർട്ട് ചെയ്യുക. മോനെ, നിന്നിൽ സത്വഗുണം കാണുന്നു, നിനക്ക് വൈരാഗ്യമുണ്ട്. അമ്മയ്ക്ക് അതൊക്കെ മുഴുവനും മനസ്സിലാക്കി നിന്നെ ഉത്സാഹിപ്പിക്കാൻ പറ്റില്ലെങ്കിലും നീ ഒരു കാര്യം ചെയ്യേ, ഇടയ്ക്കിടയ്ക്ക് ധാരാളം ക്ഷേത്രത്തിൽ പോ, ആശ്രമങ്ങളിലും പോ. ഇന്ന ആൾക്കാർ അവിടെ സത്സംഗം നടത്തുന്നുണ്ട്, അതൊക്കെ പോകണം. നിനക്ക് എന്തെങ്കിലും പുസ്തകങ്ങൾ ഈ മാതിരിയുള്ളത് വായിക്കണമെങ്കിൽ പറയേ, ഞാൻ പൈസ തരാം, മേടിച്ചു കൊണ്ടുവന്ന് വായിക്കൂ. ഇങ്ങനെ നിങ്ങളത് ഉത്സാഹിപ്പിക്കുക വേണ്ടത്. ഒരാൾക്ക് മിലിറ്ററിയിൽ ചേരണം തോന്നി, മിലിറ്ററിയിൽ ചേർന്നോട്ടെ, നമുക്ക് മിലിറ്ററിക്കാർ വേണ്ടേ. ഒരാൾക്ക് MBA പഠിക്കണം തോന്നി, അങ്ങനെ ആയിക്കോട്ടെ. ഒരാൾക്ക് ഇൻഡസ്ട്രി നടത്താൻ നോക്കി, അതും ആയിക്കോട്ടെ. അപ്പം ഓരോരുത്തരെയും തിരിച്ചറിഞ്ഞ് എല്ലാവരെയും ഉൾക്കൊണ്ട് അവരെ സഹായിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അവനവൻ ഉയരുക, ബാക്കിയുള്ളവരുടെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി അതോട് പൊരുത്തപ്പെട്ട് ഇണങ്ങി ജീവിക്കുക. ഒരാളെയും തടസ്സപ്പെടുത്തരുത്, പിന്നിൽ നിന്ന് സപ്പോർട്ടേ കൊടുക്കാവൂ. 4 ആശ്രമങ്ങളാണ് മനുഷ്യജീവിതത്തിൽ. ഇത് ഭാരതത്തിൻ്റെ പൈതൃകമാണ്. നിങ്ങളെല്ലാവരും അതിൻ്റെ അവകാശികളും അനന്തരവന്മാരുമാണ്. അങ്ങനെയുള്ളപ്പോൾ 2 ആശ്രമം കൊണ്ട് നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കരുത്. നിങ്ങളുടെ ഒക്കെ പുറപ്പാട് അതിനാ. അർദ്ധമനുഷ്യനായിട്ടാണ് ഒക്കെ സംസ്കാരം ശ്മശാനത്തിലേക്ക് പോകാൻ പോകുന്നത്. അർദ്ധമനുഷ്യന്, പൂർണ്ണ മനുഷ്യനാവണം നിങ്ങൾ. അപ്പോൾ 2 ആശ്രമം മാത്രമല്ല, 3ഉം 4ഉം ഉണ്ട്. ഇനി ഈ 2 പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ട, അതൊക്കെ കഴിഞ്ഞു. 3ഉം 4നെ പറ്റി ചിന്തിക്കൂ. എന്താണ് ഈ വാനപ്രസ്ഥം, എന്താണ് ഈ സന്യാസം? ഒരു പക്ഷേ ഞാൻ വാനപ്രസ്ഥനാവില്ല, സന്യാസിയുമാവില്ല. പക്ഷെ ആ 2 ജീവിത ദശയിലും എന്താണ് പ്രധാനപ്പെട്ട ഗുണങ്ങൾ, മൂല്യങ്ങൾ, അനുഷ്ഠാനങ്ങൾ? അതിൽ ഇപ്പോൾ 10 ഉണ്ടെങ്കിൽ 2 എനിക്ക് അനുഷ്ഠിക്കാൻ പറ്റുമോ എന്നിങ്ങനെ ആലോചിച്ച് വാനപ്രസ്ഥൻ്റെ ഗുണവിശേഷങ്ങളും സന്യാസിയുടെ ഗുണവിശേഷങ്ങളും ഇപ്പോൾ കോമൺ ആയിട്ടുള്ളത് ചിലതൊക്കെ ഞാൻ പറഞ്ഞു, അതൊക്കെ നിങ്ങളൊന്ന് ഗ്രഹിച്ച് അനുഷ്ഠിക്കാൻ നോക്കുക. ഇത് നല്ല പോലെ മനസ്സിലാക്കണം. ഈ പഠിക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പഠിച്ച കുട്ടികളൊക്കെ ഇപ്പോൾ MBA പഠിച്ചവരുണ്ടല്ലോ, അവർ പഠിച്ചവരൊക്കെ ഉദ്യോഗത്തിന് കാത്തിരിക്കുക. പക്ഷേ ഈ MBA പഠിപ്പിച്ച അധ്യാപകന്മാരുണ്ട്. ആ അധ്യാപകന്മാരിൽ നിന്നാണ് അവർക്ക് ഈ പഠനം കിട്ടിയിട്ടുള്ളത്. അതിലൊരു 40ഓ 50ഓ കുട്ടികളിൽ 2 ആളെങ്കിലും വിചാരിക്കണ്ടേ, ഞാനോ ഈ വിഷയം പഠിച്ച് അതിൽ നൈപുണ്യം സമ്പാദിച്ച് ബാക്കിയുള്ളവരെയും പഠിപ്പിക്കാൻ വേണ്ടി അധ്യാപകൻ്റെ വൃത്തിയാണ് സ്വീകരിക്കുക എന്ന് 2 ആൾക്കെങ്കിലും തോന്നിയില്ലെങ്കിൽ അടുത്ത തലമുറയെ പഠിപ്പിക്കാൻ ആരുണ്ടാവും? പക്ഷേ നമ്മുടെ കുട്ടികളുടെ ഒക്കെ വിചാരം എന്താ? പഠിക്കുക പഠിക്കുക, ക്യാമ്പസ് ഇൻ്റർവ്യൂ പോവുക, എത്രയും വേഗം പുറത്ത്. ഇതിങ്ങനെയായാൽ പഠിപ്പ് നടക്കുമോ? അപ്പോൾ ഏറ്റവും വിശേഷപ്പെട്ട ഗുരുദക്ഷിണ എന്ന് പറയുന്നത് പഠിച്ച വിഷയത്തെ ബാക്കിയുള്ളവർക്ക് പഠിപ്പിക്കുന്നതാണ്. എന്തിനാ ഞാനിത് പറയുന്നത്? നിങ്ങളെപ്പോഴും മനസ്സിലാക്കണം, ആരെങ്കിലും ഒരാൾ അധ്യാപകനാകാൻ പോകുമ്പോൾ നിരുത്സാഹപ്പെടുത്തരുത്. ഡൽഹിയിൽ നമ്മുടെ ഒരു ഭക്തനുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ PhD-കാരനാണ്, പഠിച്ചുകൊണ്ടിരിക്കുക. കല്യാണത്തിന് നോക്കുമ്പോൾ ഞങ്ങൾക്ക് PhD ഒന്നും വേണ്ട, MBA പഠിച്ചിട്ടേ അങ്ങനെ വ്യവസായത്തിൽ ഉദ്യോഗമുള്ളവർ മതിയെന്ന് പെൺകുട്ടികൾ പറയാത്രേ. അപ്പോൾ ഞാൻ വിചാരിക്കുക, ഈ പെൺകുട്ടികളുടെ ബുദ്ധി എന്താ, കളിമണ്ണാണോന്ന്? എൻ്റെ അഭിപ്രായത്തിൽ പഠിച്ച് നൈപുണ്യം സമ്പാദിച്ച് ബാക്കിയുള്ളവരെ പഠിപ്പിക്കുന്നവരാണ് ഏറ്റവും വലിയ ആൾക്കാർ. നമ്മുടെ മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ, ആ മെഡിക്കൽ കോളേജിലുള്ള പ്രൊഫസേഴ്സ് ആരാ? ഡോക്ടർമാരെ ഉണ്ടാക്കുന്നവരാണവർ. നമ്മുടെ രാജ്യത്തിലുള്ള ഡോക്ടർമാരെ മുഴുവൻ ഉണ്ടാക്കുന്നത് ഈ മെഡിക്കൽ കോളേജിലുള്ള അധ്യാപകന്മാരാണ്. അവർക്കാണ് ഏറ്റവും വലിയ മതിപ്പും സ്ഥാനവും നമ്മൾ കൊടുക്കേണ്ടത്. എന്നാൽ നമ്മൾ അങ്ങനെയാണോ ചെയ്യുന്നതല്ല. മെഡിക്കൽ കോളേജിൽ പഠിച്ചു, എന്നിട്ടോ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചേർന്നു,
മാക്സിമം ശമ്പളം മേടിച്ചു, ഇങ്ങനെയും മേടിച്ചു, അങ്ങനെയും മേടിച്ചു. അങ്ങനെയാണ് അപ്പോൾ ഇവിടെ നടക്കുന്നത്. ഈ മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഡോക്ടറാവുമ്പോൾ അതിന് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്. ഒരു ഡോക്ടർക്ക് ഒരു മെഡിക്കൽ കോഡുണ്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിൽ നിന്ന്. അതിൽ നിന്ന് പറയണു, നിങ്ങൾ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റിന് വേണ്ടി ഒരു റെക്കമെൻഡേഷൻ കൊടുത്തു, എക്സ്റേക്ക് എടുത്തു, സ്കാനിങ്ങിന് എടുത്തു എന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങൾ കമ്മീഷനൊന്നും മേടിക്കാനായിട്ട് പാടില്ല എന്ന് വ്യവസ്ഥയുണ്ട്. എന്നാൽ നമ്മുടെ ഡോക്ടർമാരൊക്കെ എങ്ങനത്തെ വരാ? ഞാൻ പറയില്ല, നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. എന്താ നിങ്ങൾ ഇതുകൊണ്ടൊക്കെ മനസ്സിലാക്കുന്നത്? ഇങ്ങനെയുള്ള പണം അവസാനം നമുക്ക് എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പണം എവിടെയാ? ബാങ്കിലുണ്ടാവും, സാധനങ്ങൾ മേടിക്കാൻ കിട്ടും. ഏതെങ്കിലും പണം മുടക്കി സമാധാനം ഒന്ന് മേടിച്ചുകൊണ്ട് വരും. ഒരു 50 കിലോ സമാധാനം എനിക്ക് വേണം. നിങ്ങളൊരു ബാഗിൽ കൊണ്ടുവന്ന് എനിക്കൊരു തിരുമുൽക്കാഴ്ച വയ്ക്കുമോ? അത് സമാധാനവും ശാന്തിയും. എന്താ അത് എളുപ്പമാണ് കാര്യങ്ങൾ. അപ്പോൾ പലതരത്തിലുള്ള മക്കളും കുട്ടികളും ഒക്കെ കുടുംബാംഗങ്ങളിൽ ഉണ്ടാവാം. അതൊക്കെ മനസ്സിലാക്കി അതോടുകൂടി ഇണങ്ങി ചേരുക, എല്ലാവരോടും ഉയരാനുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഇങ്ങനെ പല വ്യത്യാസങ്ങളും ഉണ്ടെങ്കിലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താ മനസ്സിലാക്കേണ്ടത്? ഈ ഗുണകർമ്മങ്ങളും വ്യത്യാസങ്ങളും എല്ലാം ഉണ്ടെങ്കിലും അന്തരാത്മാവ് എല്ലാവർക്കും തുല്യ ദൂരത്താണെന്ന്. ഒരു ബ്രാഹ്മണന് എങ്ങനെയാണോ ഞാൻ എന്ന് പറയുന്ന ശബ്ദം കൊണ്ട് കുറിക്കുന്നതായ ആത്മാവുള്ളത്, അതേമാതിരി തന്നെയാണ് ഒരു ശൂദ്രനും ഞാൻ എന്ന് പറയുന്ന ആത്മാവ് ഉള്ളിലുള്ളത്. അപ്പം അകത്ത് സർവ്വ ആൾക്കാർക്കും തുല്യതയാണ്. ഈ പണം അകത്തേക്ക് പ്രവേശിക്കില്ല, പ്രതാപവും പദവിയും ഉള്ളിലേക്ക് പ്രവേശിക്കില്ല, സ്ഥാനമാനങ്ങൾ അകത്ത് പ്രവേശിക്കില്ല. അകത്ത് എന്തെങ്കിലും പ്രവേശിക്കാനുണ്ടെങ്കിൽ ശിഷ്ടതയും ദുഷ്ടതയുമാണ്. നമ്മുടെ മനസ്സ് ശുദ്ധമാവണം. ആ ശുദ്ധമാക്കേണ്ട പ്രയാസം ബ്രാഹ്മണനും ശൂദ്രനും ഒരുപോലെ തുല്യമാണ്, ഒരു വ്യത്യാസവുമില്ല. അപ്പോൾ ഈ വർണ്ണാശ്രമ ധർമ്മങ്ങൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾ ഒന്നും കൂടി ആലോചിക്കൂ. ഞാനിത് മുഴുവനാക്കുമ്പോഴേക്കും കുറച്ചും കൂടിയും ആ ഭാഗം വിസ്തരിച്ച് പറയാം. ശ്രീകൃഷ്ണൻ പറയണത് കേട്ടോളൂ. ഈ വർണ്ണവ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും അഭിചേത് സുദുരാചാരോ ഭജതേ മാം അനന്യഭാഗ് സാധുരേവ സമന്തവ്യഃ സമ്യക് വ്യവസിതോ ഹി സഹ ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വച്ഛാന്തിം നിഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്തഃ പ്രണശ്യതി. ഗീതയിലുള്ള ശ്ലോകങ്ങളാണ്. 9-ാം അധ്യായത്തിൽ 30-ഉം 31-ഉം. അഭിചേത് സുദുരാചാരോ, ഒരു മനുഷ്യൻ ജന്മന വലിയ ദുരാചാരിയാണ്. സുദുരാചാരോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉപായപ്പെട്ട ദുരാചാരമല്ല, കനത്തത്, നല്ലോണം ആഴത്തിലുള്ളത്. അങ്ങനെ ഏറ്റവും വലിയ ദുരാചാരി ആയാൽ പോലും, ദുരാചാരി എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ആ ആളുടെ പ്രവൃത്തിയിലോ വാക്കിലോ ചിന്തയിലോ എന്ന് പൊട്ട പ്രവൃത്തിയാണ്. ഭജതേമാം അനന്യഭാഗ്. ഒരു ദിവസം അയാൾക്ക് തോന്നി ഈശ്വരനെ ഭജിക്കാൻ. ആ ഭജനയിലോ ഒരനന്യത്വം, ഒരു തലത്തിലുള്ള ഇളക്കവുമില്ലാതെ ഈശ്വരനെ ഭജിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഈശ്വരനെ വിശ്വസിക്കുക. ഈശ്വര, അങ്ങയിലാണ് എൻ്റെ ഭാവി ആശ്രിതം, എൻ്റെ ജീവിതം നിലനിൽക്കുന്നത്. ആ ഒരു ആശ്രയ ബുദ്ധിയാണ്. അല്ലാതെ അങ്ങാടി പോയിട്ട് വട്ടയ്ക്കും കൊട്ടയ്ക്കും സാമാനങ്ങൾ മേടിച്ചു കൊണ്ടുവന്ന് കൊടുക്കലല്ല. മനസ്സിൽ തോന്നുന്ന ആശ്രയ ബുദ്ധി. ഭജതേ മാം അനന്യഭാഗ്. ആ ഭജിക്കാൻ തുടങ്ങിയ മാത്രയിൽ, ആ ക്ഷണത്തിൽ നിന്ന് സാധുരേവ സമന്തവ്യഃ, അയാളെ പിന്നെ ദുരാചാരി എന്ന് പരിഗണിക്കരുതത്രേ. സാധുഹു ഏവ, ആ വാക്കുപയോഗിച്ചിരിക്കുന്നത് സാധുഹൂതാണ്. ഇപ്പോൾ സന്യാസിമാരെയൊക്കെ വടക്കേ ഇന്ത്യയിൽ സാധുക്കൾ, സാധു മഹാത്മാ എന്നാണ് പറയുക, ശുദ്ധമഹാത്മാക്കൾ എന്ന്. ആ ആൾ ശുദ്ധനായി കഴിഞ്ഞു. ഈശ്വരനെ ഭജിക്കണമെന്ന് തോന്നിയില്ലേ? നിങ്ങളൊക്കെ ഈശ്വരനെ ഭജിക്കുന്നത് സദാചാരികളായിട്ടാണ്. ഈ കുട്ടി, ഈ ആൾ ദുരാചാരിയാണ്. ആ ദുരാചാരി ആയിട്ടും ഈശ്വരനെ ഭജിക്കണം എന്ന് തോന്നിയപ്പോൾ ആ തോന്നലിന് വലിയ ശക്തിയാണ്. സാധുരേവ സമന്തവ്യഃ. ആ ആളെ നല്ല ഒരു സാധു, നല്ല ശുദ്ധാത്മാവായിട്ട് കണക്കാക്കണം. എന്താ കാരണം? സമ്യക് വ്യവസിതോ ഹി സഹ. ആ ആളുടെ തീരുമാനം വളരെ വിശേഷമായിട്ടുണ്ട്. ഞാനേ ഇത്രയും നാളും ലക്കും ലഗാനവുമില്ലാതെ ജീവിച്ചു, തെറ്റായിട്ടുള്ള സർവ്വ പ്രവൃത്തികളും ചെയ്തു, കഴിവുമ കയറുന്നത് വരെയായി. അങ്ങനെയൊക്കെ ആയാലും എൻ്റെ മനസ്സിൽ തോന്നി, ഞാൻ ഇന്നു മുതൽക്ക് ഈശ്വര ഭജനവും ഈശ്വരാശ്രയവും മുറുകി പിടിക്കാൻ പോവുകയാണെന്ന്. ആ തീരുമാനം വളരെ ശ്ലാഘ്യമാണ് എന്നാണ് പറയുന്നത്.
ആ തീരുമാനത്തിനെ തുടർന്ന് ആ ആളത് പിന്തുടർന്നോളും. സമ്യക് വ്യവസിതോ ഹി സഹ, സമ്യക് വേണ്ടതുപോലെ, വ്യവസിത നിശ്ചിത ബുദ്ധിയോടുകൂടി ഒരു തീരുമാനമെടുത്തവനാണ്. ക്ഷിപ്രം ഭവതി ധർമാത്മാ, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ആ തീരുമാനത്തിനെ തുടർന്ന് അയാൾ എത്രയും വേഗം ധർമാത്മാവായിരുന്നു ആകുന്നു. ഇതേവരെയോ ദുരാത്മാവായിരുന്നു. ദുരാത്മാവിൽ നിന്ന് ധർമാത്മാവാണ്. ഭവതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആകുന്നു. ശശ്വത് ശാന്തിം നിഗച്ഛതി, എന്നേക്കുമുള്ള ശാശ്വത ശാന്തിയാണ് നിഗച്ഛതി അദ്ദേഹം ചെന്ന് പെടുന്നത്. അപ്പോൾ ദുരാചാരി ആയിരുന്നു എന്നുള്ളത് ശരിയാ. ഈശ്വര ഭജനം അനന്യമായിട്ട് തുടരണം എന്ന തോന്നലും നിശ്ചയവും ഉണ്ടായതും ശരിയാ. അപ്പോൾ ഇതുവരെ കഴിഞ്ഞതല്ല അവിടെ ശോഭിക്കാൻ പോണത്, ഇവിടുന്ന് അങ്ങോട്ടുള്ളതാണ്. പരീക്ഷിത്ത് വലിയൊരു മഹാബാബ ചെയ്തത്, ചെത്ത പാമ്പിനെ കൊണ്ട് ശമീക മഹർഷിയുടെ കഴുത്തിലിട്ടത്. വലിയ മഹാബാബ എന്തോ പെട്ടെന്ന് അബദ്ധം പറ്റിപ്പോയി, പശ്ചാത്തപിച്ചു. മഹർഷികുമാരൻ ശപിച്ചു, ആ വാക്കും കിട്ടി. ഉടനെ ആ പരീക്ഷിത്ത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിഞ്ഞില്ല, ആലോചിച്ചില്ല. എന്താ പറഞ്ഞേ? 7-ാം ദിവസം മരിക്കാൻ പോണു എന്നുള്ളതാണല്ലോ തീരുമാനം. ഞാൻ 7 ദിവസം പ്രായോപവേശം അനുഷ്ഠിക്കാൻ പോവാന്ന്. ആ ഒരൊറ്റ തീരുമാനം കൊണ്ട് പരീക്ഷത്തിൻ്റെ മഹാപാപം മുഴുവനും അസ്തമിച്ചു. ലോകത്തിലെല്ലാവരും ബലേ ഭേഷ് ബലേ ഭേഷ് എന്നാണ് അഭിനന്ദിച്ചത്. മഹർഷിമാരും തപസ്വികളും ബ്രാഹ്മണരും വിദ്വാൻമാരും എല്ലാവരും അവിടെ പാഞ്ഞെത്തി പരീക്ഷത്തിനെ അഭിനന്ദിക്കാൻ. ആ പാപത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നെങ്കിൽ ഒരൊറ്റ ആളവിടെ വന്നിട്ടുണ്ടാവില്ല. അഭിനന്ദിക്കാനായി വന്നു എന്ന് മാത്രമല്ല, ശുഗമഹർഷിയെ പോലെയുള്ള ഒരു യുവ പരമഹംസൻ, ഒരു അവധൂതൻ അവിടെ വന്ന് അവിടെ കണ്ടിരുന്നു. പരീക്ഷത്തിൻ്റെ കർണപുടങ്ങളെ തത്വകഥനം കൊണ്ട്, ഹരികഥ കൊണ്ട് നിറയ്ക്കാൻ ആ മനസ്സിലെ ആനന്ദവും ബുദ്ധിക്ക് ജ്ഞാനവും തെളിച്ചവും പ്രകാശവും നൽകി അങ്ങനെ സുഭഗനാക്കാൻ വേണ്ടി ഉള്ളിലുള്ള മാലിന്യങ്ങൾ മുഴുവനും പോയി ആത്മപ്രകാശം അങ്ങനെ തിങ്ങി നിറയ്ക്കാൻ വേണ്ടി വന്നുകൂടി. ഇതാണ് ഉണ്ടായത്. എത്ര ദിവസം കൊണ്ടാണ് അത് നടന്നത്? തീരുമാനം ഒരൊറ്റ ദിവസമാണ്. ഋഷികുമാരൻ ശപിച്ചു എന്ന് കേട്ട ഉടനെ പ്രായോപവേശം എന്നൊരു തീരുമാനമാണ്. അപ്പോൾ ആ പാപം മുഴുവനും അസ്തമിച്ചു. പിന്നെ അവിടെ വിളങ്ങിയത് പുണ്യ. 7-ാം ദിവസം ആകുന്നതിന് മുൻപ് മോക്ഷമായി പരീക്ഷത്തിന്. അഭിചേത് സുദുരാചാരോ ഭജതേ മാം അനന്യഭാഗ് സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോ ഹി സഹ ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വച്ഛാന്തിം നിഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. ഇത്രയും പറഞ്ഞിട്ട് കൃഷ്ണൻ പറയാണ്, ഹേ കുന്തിപുത്ര, അർജുനൻ എന്തു വേണം? പോണം, സർവ്വ ആൾക്കാരോടും പറയണം, പ്രതിജാനീഹി, എനിക്ക് വേണ്ടി ഒരു പ്രതിജ്ഞ, സത്യം ചെയ്യൂ. നമേ ഭക്ത പ്രണശ്യതി, ഭഗവാന്റെ ഭക്തൻ ഒരു കാലത്തും നശിക്കില്ല എന്ന് എനിക്ക് വേണ്ടി എല്ലാവരോടും ഒരു പ്രതിജ്ഞാരൂപത്തിൽ വാഗ്ദത്തം കൊടുക്കൂ എന്നാണ് പറയുന്നത്. ഏതത്തേ ഭീതം സാധോ ഭവാൻ പൃച്ഛതി യച്ച മാം യഥാ സ്വധർമ്മ സംയുക്തോ ഭക്തോ മാം സമീയാത് പരം. ഏതത്തേ ഭിഹിതം സാധോ. വർണ്ണാശ്രമധർമ്മങ്ങളെപ്പറ്റി മുഴുവൻ പറഞ്ഞതിന് ശേഷം കൃഷ്ണൻ ചോദിക്കുകയാണ് ഉദ്ധവനോട്, ഏതത്തേ അഭിഹിതം സാധോ ഭവാൻ പൃച്ഛതി യച്ച മാം. എന്നോട് ചോദിച്ചുവല്ലോ വർണ്ണാശ്രമങ്ങളെ ഒന്ന് വിവരിക്കണമെന്ന്. ആ ചോദിച്ചത് ഓർമ്മ വെച്ചത് കൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞ് മനസ്സിലാക്കി. യഥാ സ്വധർമ്മ സംയുക്തോ ഭക്തോ മാം സമീയാത് പരം. ഈ സ്വധർമ്മ വിവരണം ഞാൻ നൽകുന്നത് വഴി എന്താ ഉദ്ദേശിക്കുന്നത്? സ്വധർമാചരണത്തിലൂടെ എങ്ങനെയാണോ ഭക്തോ മാം സമീയാത് പരം, പരമമായിരിക്കുന്ന പദം ഭക്തൻ കൈവരിക്കുക, ആ ഭക്തിചര്യയാണ് ഈ സ്വധർമ്മ രൂപത്തിൽ വിവരിച്ചു തന്നത് എന്ന്. ഏതത്തേ ഭിഹിതം സാധോ ഭവാൻ പൃച്ഛതി യച്ച മാം യഥാ സ്വധർമ്മ സംയുക്തോ ഭക്തോ മാം സമീയാത് പരം. അപ്പം ഭാഗവതത്തിൻ്റെ ഭാഗമാണല്ലോ ഈ ധർമ്മവിവരണം. ഇതുകൊണ്ട് ഭാഗവത കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്താ? ഭക്തനായാലും ആ ആൾക്കൊരു ജീവിതചര്യ വേണം. ആ ജീവിതചര്യ 4 തരത്തിലാണ്: ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി. ആ 4 ആശ്രമത്തിലും പറ്റിയിട്ടുള്ള ഈ ആചാരം കൊണ്ട് ആ ഭക്തൻ
ഭക്തി കൂടുതൽ കൂടുതൽ മുഴുവ കൈവരിച്ച് എന്നോട് വന്നു ചേരണു, എൻ്റെ പദം കൈവരിക്കണമെന്ന്. ഇപ്പോൾ ഈ വർണ്ണാശ്രമധർമ്മ വിവരണം മുഴുവനായി. നിങ്ങളൊരു കാര്യം ഓർമ്മ വയ്ക്കണം. എന്ത്? ഇതേപോലെ ഒരു വിവരണം നാരദ മഹർഷി 7-ാം സ്കന്ധത്തിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയുണ്ടായി. ആ വിവരണവും ഈ വിവരണവും തമ്മിൽ ഒരേ ശാസ്ത്രത്തിൽ വ്യത്യാസങ്ങൾ വല്ലതും ഉണ്ടോ ചോദിച്ചാൽ കുറച്ചൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും. അതിൽ എല്ലാ വ്യത്യാസങ്ങളെപ്പറ്റി ഞാനിവിടെ പ്രതിപാദിക്കുന്നില്ല. എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയണം എന്നെനിക്ക് തോന്നുന്നുണ്ട്. അവിടുത്തെ തുടക്കം എങ്ങനെയായിരുന്നു? ഇതാണ്: ഭഗവാൻ ശ്രോതുമിച്ഛാമി നൃണാം ധർമ്മം സനാതനം വർണ്ണാശ്രമാചാരയുതം യത് പുമാൻ വിന്ദതേ പരം. യുധിഷ്ഠിരൻ നാരദ മഹർഷിയോട് ചോദിക്കുകയാണ്, നമ്മുടെ നാട്ടിൽ വേദകാലം മുതൽക്കുള്ളതാണ് വർണ്ണാശ്രമം. അപ്പോൾ വർണ്ണത്തിനും ആശ്രമത്തിനും ചേരുന്നത്, പൊരുത്തപ്പെടുന്നതായ ആ ആചാരമുണ്ടല്ലോ, ആ ആചാരം എങ്ങനത്തത്? യത് പുമാൻ വിന്ദതേ പരം. സാധാരണ ഒരു മനുഷ്യനായി മാത്രം ജീവിക്കാതെ മനുഷ്യ ജീവിതത്തിലൂടെ പരമസാഫല്യം കൈവരിക്കത്തക്കതായ ഒരു ജീവിത രീതി, സിദ്ധാന്തം, സമ്പ്രദായം ഉണ്ടല്ലോ, അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണം എന്ന് പറഞ്ഞിട്ടാണ് വർണ്ണാശ്രമം വിവരിച്ചത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതല്ല, ഈ വർണ്ണാശ്രമം ഇപ്പോൾ എല്ലാവരും അതിനെ ഒരു അപവാദത്തോടു കൂടി സംസാരിക്കുക. ചിലർ പറയും ശങ്കരാചാര്യർ വർണ്ണാശ്രമം ഉണ്ടാക്കിയെന്ന്. ലോകത്തിൽ ഒരാളും വർണ്ണാശ്രമം ഉണ്ടാക്കണില്ല. വർണ്ണങ്ങൾ എന്ന് പറയുന്നത് ചെടികളിലുള്ള വ്യത്യാസം പോലെയാണ് മനുഷ്യരിലുള്ള വ്യത്യാസം. ഈ വ്യത്യാസമൊക്കെ നമ്മളുണ്ടാക്കിയത് ഒരു കാട്ടിൽ ചെല്ലു എന്തൊക്കെ ചെടികളുണ്ട്, അവിടെ എന്തൊക്കെ മരുന്നുകളുണ്ട്. ഇപ്പോഴും നാം മുഴുവൻ മരുന്നുകളെ കണ്ടുപിടിച്ചിട്ടില്ല. ഞാൻ ജംഷഡ്പൂരിൽ പോകുന്ന ഒരാളാണല്ലോ. അവിടെ ഒരു സാധാരണ നിലയ്ക്ക് ഒരു സന്യാസി, ഒരു തപസ്വി ഉണ്ടായിരുന്നു. അദ്ദേഹം എപ്പോഴും കണ്ണിന് ചികിത്സിക്കും. അദ്ദേഹം ഇങ്ങനെ ഒരു വേര് കൊണ്ടുവന്ന് ഇങ്ങനെ അരച്ച എന്തൊക്കെയോ കൂട്ടിയിട്ടുണ്ടാവും. അവിടെ വരുന്നവർക്കൊക്കെ അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് ഇങ്ങനെ കണ്ണിൽ തൊട്ട് വരും. അത് നല്ലോണം നീറുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് പരിചയമുള്ള ഒരാൾ നമ്മുടെ അടുത്തും വരുന്ന ഒരു ഭക്തനാണ്. ആ സന്യാസി രാത്രി കാലത്ത് ജംഷഡ്പൂരിലുള്ള കാട്ടിലേക്ക് പോവത്രേ. ആ രാത്രി മാത്രമേ ഈ മരുന്ന് മിന്നിക്കൊണ്ട് തിളങ്ങിക്കൊണ്ട് പ്രകാശിക്കൂ. ആ പ്രകാശത്തിൽ ആ മരുന്ന് കണ്ടെത്തി, ഇരുട്ടുള്ളപ്പോഴല്ലേ പ്രകാശം ഉണ്ടാവുള്ളൂ, അവിടുന്ന് പറിച്ചു കൊണ്ടുവരുന്ന മരുന്നാണെന്ന് എന്നോട് പറയുണ്ടായി. ഇതൊക്കെ ആരുണ്ടാക്കിയതാ? നമ്മളെ. അപ്പം മനുഷ്യരിലും ഈ വർണ്ണം എന്ന് പറഞ്ഞാൽ നിറം എന്ന് പറഞ്ഞാൽ എന്തിനാ? ഇലയ്ക്ക്, തടിക്ക്, തൊലിക്ക്, കൊമ്പിന് ഒക്കെ നിലമുണ്ട്. അമ്മ കറുപ്പ്, മകള് വെളുപ്പ്, മകളുടെ മകള് സുന്ദരി വേശി എന്നൊരു ചെടിയുണ്ട്. എന്താ? വെള്ളിയിലം. അപ്പോൾ പച്ചയില, വെളുപ്പ്, അത് കഴിഞ്ഞാൽ ചുവപ്പ്. നമുക്ക് തിരുവോണത്തോടനുബന്ധിച്ച് ദശപുഷ്പം ചൂടുക എന്നൊക്കെ പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വെള്ളിയിലെന്ന് പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം. ആ ചെടിയെ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഇല പച്ച നിറ, കൂമ്പ് വെളുപ്പ് നിറ, പൂവാകുമ്പോഴേക്കും അത് ഏറ്റവും സുന്ദരമായി നല്ല ഒരു വേശ്യയെ പോലെ തോന്നും. ഞാൻ വേശി എന്ന് പറയുമ്പോൾ നിങ്ങളാരും വേശ്യാന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. മലയാളത്തിൽ വേശി എന്ന് പറഞ്ഞാൽ നല്ല കുട്ടികളെ അരുമയോടുകൂടി വിളിക്കുന്ന ഒരു വാക്കും ഭാഷയുമാണത്. അപ്പോൾ അതാ ആദ്യം കറുപ്പ് അല്ലെങ്കിൽ പച്ച നിറം, പിന്നെ വെളുപ്പ്, അതിൻ്റെ മുകളിലൊരു ചുവപ്പ് പൂവ് എന്ന് കാണുമ്പോൾ അതങ്ങനെ കണ്ടിട്ടാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ആ കണ്ടിട്ട് തിരിച്ചറിയാനുള്ളതാണ് ഈ വർണ്ണം, വർണ്ണ്യം എന്ന് പറയുന്നത്. ജന്മനാ നമുക്ക് 4 വർണ്ണ. ആ വർണ്ണത്തിൽ നമുക്കൊരു പങ്കുമില്ല. എല്ലാവരും ഓരോ സ്ഥലത്ത് ജന്മം കൊള്ളണു ഒരു ശരീരത്തോടു കൂടി. അത് ആ കുടുംബം, അച്ഛനമ്മമാർ, പാരമ്പര്യം, പൈതൃകം ഇതൊക്കെ ചേർത്ത് ഒരു കുട്ടി അങ്ങോട്ട് ജനിച്ചു. ആ ജനിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് വർണ്ണം. പക്ഷേ ആ വർണ്ണം എന്താണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? ഒരാൾക്കും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഗുണകർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ആ വർണ്ണം അനുസരിച്ച് ഓരോരുത്തർ അത് പുറത്തേക്ക് വരും. ഇപ്പോൾ ഒരു വീട്ടിലൊരു കുട്ടി ജനിച്ചു. അത് കുറച്ച് മുതിരുന്നതോടുകൂടി ആ കുട്ടിക്ക് പാട്ടിലൊരു വാസനാബലം കണ്ടു എന്ന് വിചാരിക്കുക. അതേ സമയത്ത് വേറെ ഒരു കുട്ടിക്ക് ആ വാസനാബലം ഉണ്ടായി എന്ന് വരില്ല. ഈ വാസനാബലം ഉണ്ടെന്ന് നമ്മൾ എങ്ങനെയാണ് അറിയുക? ആ കുട്ടി എപ്പോഴും പാട്ട് കേട്ടാൽ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. കാലക്രമത്തിൽ ഓരോ രാഗം സ്വതം മൂളി തുടങ്ങും. അങ്ങനെയൊക്കെയാണല്ലോ സമ്പ്രദായങ്ങൾ. അപ്പോൾ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗുണകർമ്മം എന്ന് പറയുന്നത്. പുറത്തു വരുന്നതാണ് ഈ കർമ്മം. അത് നോക്കി നിങ്ങൾ നിശ്ചയിച്ചോളും. ഇതിലെനിക്ക് ഊന്നി പറയാനുള്ളത് വർണ്ണം എന്ന് പറയുന്നത് മനുഷ്യകൃതമല്ല, പ്രകൃതി സൃഷ്ടമാണ് എന്നാണ്. അങ്ങനെ പ്രകൃതി സൃഷ്ടമായ 4 വർണ്ണത്തിൽ നാമായിട്ട് സംസ്കാര രൂപത്തിൽ ചിന്തിച്ച് നമ്മുടെ പൂർവികർ
തെരഞ്ഞെടുത്ത് ഉണ്ടാക്കിയതാണ് എന്ത്? ഐച്ഛികമായി വളർത്തിയെടുത്തതാണ് സംസ്കാര രൂപത്തിൽ 4 ആശ്രമങ്ങൾ. അപ്പോൾ ആശ്രമങ്ങൾ ഐച്ഛികവും വർണ്ണം എന്ന് പറയുന്നത് പ്രകൃതി സൃഷ്ടവുമായിട്ട് കണക്കാക്കണം. അതാണ് ആദ്യത്തെ വിവേകം. ഇങ്ങനെ 4 വർണ്ണവും 4 ആശ്രമവും. ഇനി എന്താ ഒരു 4 എണ്ണം ഉള്ളത്? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് പറയുന്ന ചതുർവിധ പുരുഷാർത്ഥങ്ങൾ. അപ്പോൾ എത്രയായി? 4 4 8 4 12. ഈ 12 എണ്ണത്തിൽ ഒതുങ്ങാവുന്നത് മാത്രമേ ഉള്ളൂ നമ്മുടെ എല്ലാ സംസ്കാരവും. നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഈ 12 എണ്ണം. 4 വർണ്ണം, 4 ആശ്രമം, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. നമ്മുടെ ജീവിതം ആദ്യത്തേത് നമുക്ക് നേടേണ്ടതില്ല. പിന്നെ 4 എണ്ണം, ഈ ഒരു 4 എണ്ണവും ഇതിന് വേണം നമ്മുടെ പരിശ്രമം മുഴുവൻ. ബ്രഹ്മചര്യത്തിൽ നിന്ന് ആരംഭിച്ച് സന്യാസം വരെയുള്ള ആശ്രമങ്ങൾ, ആശ്രമികളെല്ലാവരും ധർമ്മത്തിലൂടെ അർത്ഥം, പണം സമ്പാദിക്കുക, സമ്പാദിച്ച പണത്തിലൂടെ ആഗ്രഹങ്ങൾ നിറവേറ്റുക, എന്നിട്ട് മനസ്സിന് ശുദ്ധി വരുത്തി ആഗ്രഹങ്ങളിൽ നിന്ന് ഒഴിവായി അധ്യാത്മ ജീവിതം നയിച്ച് ആത്മസുഖപൂർണനായി നമ്മൾ ശരീരം വിടുക. ഇതാണ് നമ്മുടെ ഉദ്ദേശം. ഈ 12 എണ്ണം നിങ്ങൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ധർമ്മ വിഷയങ്ങൾ മുഴുവനുമായി. ഇനി ഇത് കയ്യിലാക്കാനും ഇത് നേടാനുമായിട്ടുള്ള വഴി എന്താണെന്ന് ചോദിച്ചാൽ ഷോഡശ സംസ്കാരമാണ്. 16 സംസ്കാരങ്ങളാണ് ഗർഭാധാനത്തിൽ നിന്ന് തുടങ്ങി ശവം നമ്മുടെ ശരീരത്തിൽ നിന്ന് പ്രാണൻ പോയാൽ ബാക്കിയുള്ളവർ നമുക്ക് വേണ്ടി ചെയ്യുന്ന അഗ്നികർമ്മങ്ങൾ അതുവരെ നീണ്ടു നിൽക്കുന്ന 12 സംസ്കാരമാണ്. ഇങ്ങനെ 16 ഇത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഹിന്ദുധർമ്മം അല്ലെങ്കിൽ ഭാരതീയ ധർമ്മം, സനാതനധർമ്മം മുഴുവനായി. ഇനി ചിലർക്കൊക്കെ ഈ വർണ്ണങ്ങളെ വെച്ച് ചില സംശയങ്ങളുണ്ട്. ആ സംശയം എന്താ? വളരെ പ്രധാനമായൊരു സിദ്ധാന്തം നാരദ മഹർഷി പറയുന്ന ഭാഗത്ത് പറയുന്നുണ്ട്. യസ്യല്ലക്ഷണം പ്രോക്തം പുംസോ വർണ്ണാഭിവ്യഞ്ജകം യദന്യത്രാപി ദൃശ്യേത തത്തേനൈവ വിനിർദിശേത്. വളരെ പ്രധാനമായിട്ടാണ് ഈ ശ്ലോകം നിങ്ങളെല്ലാവരും പഠിച്ച് എല്ലാവരോടും പറയേണ്ടതാണ്. ഇവിടെ പല ആൾക്കാരും വർണ്ണാശ്രമങ്ങളെ പറ്റി പറയുന്നുണ്ട്, എന്തൊക്കെയോ പറഞ്ഞുണ്ടാക്കണം. വാസ്തവത്തിൽ നമ്മൾക്ക് ഈ വർണ്ണത്തിൽ ഒരു പങ്കുമില്ല. ആശ്രമത്തിൽ 2 എണ്ണം നാം അനുസരിക്കുന്നുണ്ട്, പിന്നെ 2 എണ്ണത്തിനെ പറ്റി എവിടെ സംശയമുള്ളൂ? ആ വർണ്ണത്തിൽ യസ്യല്ലക്ഷണം പ്രോക്തം പുംസോ വർണ്ണാഭിവ്യഞ്ജകം. ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചവരെല്ലാവരും ബ്രാഹ്മണരാണോ? ശൂദ്രപ്രകൃതിയിൽ ജനിച്ചിട്ടുള്ള ഒരു കുട്ടി ശൂദ്രനാണോ എന്ന് ചോദിച്ചാൽ ഇവിടെ നാരദ മഹർഷി ഭാഗവതം പറയാണ്, യസ്യ ലക്ഷണം പ്രോക്തം. ആർക്ക് എന്ത് ലക്ഷണമാണോ ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്? പുംസോ വർണ്ണാഭിവ്യഞ്ജകം. വർണ്ണം എന്നുള്ള പേരിൽ വെളിപ്പെടുത്തിയിട്ടുള്ള ലക്ഷണങ്ങൾ എന്തെല്ലാം ഉണ്ടോ മനുഷ്യന്, യത് അന്യത്രാപി ദൃശ്യേത. ഒരു ബ്രാഹ്മണ ലക്ഷണം ബ്രാഹ്മണർ എന്ന് പറയുന്ന ആ സമുദായത്തിലോ കുടുംബത്തിലോ അല്ലാതെ വേറെ ഒരു കുടുംബത്തിൽ ജനിച്ച കുട്ടിക്ക് കണ്ടു എന്നുണ്ടെങ്കിൽ തത്തേനൈവ വിനിർദിശേ, ആ കുട്ടിയെ ബ്രാഹ്മണനായിട്ട് പരിഗണിക്കണം. അതുപോലെ മറിച്ചും ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ക്ഷാത്ര തേജസ്സോടോ അല്ലെങ്കിൽ വൈശ്യ സ്വഭാവത്തോടോ ശൂദ്ര സ്വഭാവത്തോടോ കൂടി ഒരു കുട്ടി ജനിച്ചാൽ ഉടനെ നിങ്ങൾ തീരുമാനിക്കണം, ഇയാൾ ജനിച്ചത് ബ്രാഹ്മണ കുലത്തിലാണെങ്കിലും പ്രകൃതം കൊണ്ട് അയാൾ ശൂദ്രനാണെന്ന്. ഇതിലും മീതെ നിങ്ങൾക്ക് ഇനി എന്താ വേണ്ടത്? അപ്പോൾ ഇവിടെ ഈ ശാസ്ത്രം വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് എന്താ? നിങ്ങൾ എവിടെ വേണമെങ്കിലും അവിടെ ജനിച്ചോളൂ. ജനിച്ചതല്ല ഇവിടെ കാര്യം, നിങ്ങളിൽ എന്ത് ലക്ഷണങ്ങളാണ് കാണുന്നത് എന്നാണ്. അപ്പോൾ ഒരു കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് അച്ഛനമ്മമാരെ പോലെ ആയിക്കൊള്ളണമെന്നില്ല. ആനപ്പുറത്ത് കയറി പരിചയിച്ചിട്ടുള്ള ഒരാൾക്ക് ജനിച്ച കുട്ടിക്ക് ആ കുട്ടിക്കും ഉണ്ടാവുമോ ആ ആനയ്ക്ക് കയറിയിട്ടുള്ള തഴമ്പ്? അങ്ങനെ തഴമ്പ് ഉണ്ടാവാറില്ലല്ലോ. അതുപോലെ ഇവിടെ ജന്മം ഒരു സ്ഥലത്താവാം, ഗുണവിശേഷം മറ്റു പ്രകാരത്തിലുമാവാം. എവിടെ ഗുണങ്ങളും വിശേഷങ്ങളും കണ്ടുവോ ആ കണ്ടാൽ ആ ആളെ അതുപോലെ കണക്കാക്കണം. ഇനി ഇതിലും മീതെ നിങ്ങൾക്ക് എന്താ അനുമതി പത്രം വേണ്ടേ? ഇപ്പോൾ ഇവിടെ ശണ്ടയ്ക്കും വഴക്കിനും വയ്യാവലിക്കും ഇവിടെ വല്ല സ്ഥാനമുണ്ടോ? അപ്പോൾ നമ്മുടെ ശാസ്ത്രങ്ങൾ എപ്പോഴും വളരെ ഉദാരമാണെന്ന് മാത്രമല്ല ധാരാളം വിവേകം പ്രയോഗിച്ച് അവരെന്തും പറഞ്ഞിട്ടുള്ളൂ. യസ്യല്ലക്ഷണം പ്രോക്തം പുംസോ വർണ്ണാഭിവ്യഞ്ജകം യദന്യത്രാപി ദൃശ്യേത തത്തേനൈവ വിനിർദിശേത്.
ഇപ്പം നിങ്ങൾക്ക് 2-3 കുട്ടികളുണ്ട്. ചില അച്ഛനും അമ്മയൊക്കെ പറയാറുണ്ട്, ഈ കുട്ടിയുണ്ടല്ലോ എന്നെയും ഒരു തരത്തിലും ഉൾക്കൊണ്ടിട്ടില്ല, അച്ഛനെയും ഉൾക്കൊണ്ടിട്ടില്ല. ആ കുട്ടിയുടെ പ്രകൃതം തീരെ വ്യത്യസ്തമാണ്, ഞങ്ങൾ എന്തു പറയാനാ എന്ന് പറയുന്ന അച്ഛനമ്മമാരും ഉണ്ട്. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ജനിക്കാം, അതിൽ നിങ്ങൾക്ക് ഒരു കൈയും ഒരു കാലും ഇല്ല. നല്ലത് കിട്ടിയാൽ നന്നായി എന്ന് മാത്രം. പക്ഷേ വൈവിധ്യം പ്രകൃതിയുടെ സ്വഭാവവിശേഷമാണ്. ആ വൈവിധ്യത്തിൽ എല്ലാവർക്കും ഒരുപോലെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ആവശ്യം എന്താ? ഈശ്വര ഭജനം ചെയ്യണം, അന്തരാത്മാവിനെ പുണരണം. അതിനെ എല്ലാവർക്കും ഒരുപോലെ സമദൂരസ്ഥമാണ് ഈ ആത്മാവ്. ഇനി ഗുണാ സർവത്ര പൂജ്യന്തേ പിതൃവംശോ നിരർത്ഥക. എവിടെ ഗുണങ്ങളും മൂല്യങ്ങളുമുണ്ടോ അവിടെയാണ് നമ്മൾ ജനങ്ങളെ തിരിച്ചറിഞ്ഞ് ആരാധിക്കുകയും പൂജിക്കുകയും അനുസരിക്കുകയും ചെയ്യുക. പിതൃവംശോ നിരർത്ഥക. അച്ഛൻ ഇന്നയാളായിരുന്നു, അമ്മ ഇന്നയാളാണ് എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് യോഗ്യതയില്ല. നിങ്ങൾ കേൾക്കുന്നുണ്ടോ പറയുന്നത്? ചാണക്യനീതിയിൽ നിന്നൊരു ശ്ലോകമാണത്. ഗുണാഹ സർവത്ര പൂജ്യന്തേ പിതൃവംശോ നിരർത്ഥക. ഗുണങ്ങൾ എല്ലായിടത്തും പൂജിക്കപ്പെടുന്നു, പിതൃവംശം അർത്ഥമില്ലാത്തതാണ്. അതിന് തെളിവെന്താ? വാസുദേവോ യഥാ തദ്വത് വസുദേവോ ന നമ്യതേ. വാസുദേവനെ പൂജിക്കുന്നത് മാതിരി ആരെങ്കിലും വസുദേവനെ പൂജിക്കുന്നുണ്ടോ? എന്തേ? കൃഷ്ണൻ ജനിച്ചത് ദേവകിക്കും വസുദേവനുമല്ലേ? അതെ, വസുദേവപുത്രൻ ദേവകീസുതൻ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ആരും കൃഷ്ണമാതാ എന്ന് പറഞ്ഞിട്ടൊരു ഭജന പാടാറില്ല. കൃഷ്ണപിതാവ് എന്ന് പറഞ്ഞ് വസുദേവനെയും സ്തുതിക്കാറില്ല. അദ്ദേഹത്തിന് ക്ഷേത്രവും ഇല്ല. അപ്പം തെളിവ് പറയാണ്, വാസുദേവോ യഥാ തദ്വത് വസുദേവോ ന നമ്യതേ. ഒരിക്കലും വസുദേവനെ നമസ്കരിക്കാറില്ല. വൃത്യാ സ്വഭാവകൃതയാ വർത്തമാന സ്വകർമ്മകൃത് ഹിത്വാ സ്വഭാവജം കർമ്മ ശനൈഹി നിർഗുണതാം യാത്. ഈ വർണ്ണാശ്രമധർമ്മങ്ങളുണ്ടല്ലോ, അത് പ്രകൃതി തന്നെ ഓരോരുത്തരും തൊടുത്തുവിട്ടതാണ് വർണ്ണം എന്ന് പറഞ്ഞു. അത് നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കണം. അത് സ്വഭാവത്തിനനുസരിച്ച് ഓരോ പ്രവൃത്തികൾ ഓരോരുത്തർ ചെയ്യുന്നു. വർത്തമാന സ്വകർമ്മകൃത് സ്വഭാവകൃതയാ വൃത്യ. നമ്മുടെ ഉള്ളിൽ നിന്ന് മനസ്സിലും ബുദ്ധിയിലും ആന്തരമേഖലയിലുമായി എന്തെല്ലാം വാസനാബലങ്ങളും പ്രേരണകളുമുണ്ടോ, ആ പ്രേരണകൾ ജനിപ്പിക്കുന്ന കർമ്മങ്ങളിലൂടെ നാം മുന്നേറുമ്പോൾ ഹിത്വാ സ്വഭാവജം കർമ്മ, അങ്ങനെ സ്വഭാവം തൊടുത്തുവിടുന്ന കർമ്മത്തിനെ എല്ലാം വിട്ട് ശനൈഹി കാലക്രമത്തിൽ നിർഗുണതാം യാത്, നമ്മളൊരു നിർഗുണന്മാരാവണം. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ എന്ന് പറയുന്ന 3 ഗുണവിഭാഗങ്ങളുണ്ടല്ലോ. അവരവരുടെ കർമ്മങ്ങളെ വേണ്ടതുപോലെ പിന്തുടർന്നു എന്നുണ്ടെങ്കിൽ അവർ ചെന്ന് ചേരുന്നത് എങ്ങനെയാണ്? ഒരു പുഴ സമുദ്രത്തിൽ ചെന്ന് ചേരുന്ന പോലെയാണ്. മലമുകളിൽ നിന്ന് ഒഴുകി ഇറങ്ങി വന്ന് അങ്ങനെ കൂലം കുത്തി ഒഴുകി സമതലത്തിൽ വന്ന് ശാന്തമായി പലയിടത്തും വഴിമാറി ഒഴുകി അവസാനം സമുദ്രത്തിൽ ചെന്നാൽ പുഴ അവിടെ ഇല്ലാതെയായി, ഉപ്പുവെള്ളമായി അത്. അതേപോലെ ഈ 4 വർണ്ണങ്ങളും അവരുടെ സ്വഭാവങ്ങളും എല്ലാറ്റിനെയും വിട്ട് നിർഗുണതാം യാത്, നിർഗുണത്വമാണ് കൈവരാൻ പോണത്. അത് കൈവരുന്നത് എല്ലാവർക്കും ഒരുപോലെയാണ്. അപ്പോൾ ഈ വർണ്ണവ്യത്യാസത്തിന് എന്താ വ്യത്യാസം? തുടക്കത്തിന് മുൻപ്, ജനനത്തിന് മുൻപില്ല, അത് മരണത്തിന് ശേഷവും ഇല്ല, ഇടയിൽ. ആ ഇടയിൽ ഇങ്ങനെ വർണ്ണവ്യത്യാസങ്ങൾ എന്തിന് എന്ന് ചോദിച്ചാൽ അതൊരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടാണ്, സമാജം നിലനിൽക്കാനാണ്. ഇപ്പം നമ്മുടെ ചില രാജ്യങ്ങളുണ്ട്, ഞാൻ പ്രത്യേകിച്ച് ഇപ്പോൾ പേരെടുത്ത് പറയുന്നില്ല. അവിടെ ഇപ്പോൾ അവർക്ക് പല തൊഴിൽക്കാരെയും ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നു. ആ രാജ്യത്തിൽ അങ്ങനെയുള്ളവരില്ല. വാസ്തവത്തിൽ സമാജം എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, മാനവ സമാജം മുഴുവനും ഒരുപോലെയാണ്. അതിൽ സാമ്പത്തികമായിട്ട് പല ഉയർച്ച താഴ്ചകളുമുണ്ട്. ഏഷ്യൻ രാജ്യങ്ങൾ ഒരു തരം, പാശ്ചാത്യ രാജ്യങ്ങൾ വേറൊരു തരം, അതിൽ തന്നെ യൂറോപ്പ് ഒരു വിഭാഗം, അമേരിക്ക വേറൊരു വിഭാഗം, ആസ്ട്രേലിയ, ന്യൂസിലൻഡ് വേറൊരു വിഭാഗം, അങ്ങനെ നിൽക്കുക. പക്ഷേ വാസ്തവത്തിൽ നമ്മൾ ഈ സമാജത്തിനെ ഒന്നായി എടുക്കണം. അന്ന് ഒന്നായി എടുത്ത് അതിൻ്റെ സംഗ്രഥിത രൂപമാണ് ഈ വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരമാണ് അതിന് തെളിവ്. നമ്മുടെ ശരീരം, ഇതിന് മുൻപും ഞാനത് പറയുണ്ടായി, സ്വതവേ പറയും ഓരോരോ സ്ഥലത്തുനിന്ന് ഓരോ വർണ്ണമുണ്ടായി. നമ്മുടെ ശരീരത്തിൽ പല അവയവങ്ങളാണ്. തല ഒരു ഭാഗം, മാറൊരു ഭാഗം, കൈകൾ,
അത് കഴിഞ്ഞാൽ അരക്കെട്ട്, തൊട, പിന്നെ മുട്ട്, കാലിൻ്റെ അടി, ഇതിങ്ങനെ പലതരത്തിലുള്ളതാണല്ലോ. ആ ഉള്ള എല്ലാ തരവും ഇതിൽ കൈയില്ലാതെ ശരീരം നിലനിൽക്കുമോ? തലയില്ലാതെ നിൽക്കുമോ? അരക്കെട്ടും തൊടയുമില്ലാതെ നിൽക്കുമോ? കാലില്ലാതെ നിൽക്കുമോ? ഇതെല്ലാം കൂടി ഈ ശരീരം എന്ന് പറയുന്ന ആ ആകത്തുകയുണ്ടല്ലോ, ആ ആകത്തുക നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ അവയവങ്ങൾ. അതുപോലെയാണ് ഈ വർണ്ണങ്ങളും സമാജം എന്ന് പറയുന്ന ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ്. ആ ഭാഗങ്ങളിൽ തല നമുക്ക് ആവശ്യമാണ്, ചിന്തിക്കാനും അറിയാനും നിർദ്ദേശിക്കാനും. കൈ നമുക്ക് പിടിക്കാനും ജോലി ചെയ്യാനും ആവശ്യമാണ്. നമ്മുടെ തൊടയൊക്കെ ഭാരം താങ്ങി നിൽക്കാൻ ആവശ്യമാണ്. അങ്ങനെ പതുക്കെ കുറച്ച് കുറച്ച് വന്ന് കാലടി വണ്ണം കുറഞ്ഞു. അങ്ങനെ നീണ്ട കാലടി, എന്താ? ബാലൻസ് കിട്ടി നടക്കാൻ വേണ്ടിയിട്ടാണത്. വാസ്തവത്തിൽ ഈ തൊടയേക്കാളും ചുറ്റളവ് കുറയും. എന്തിന്? മുട്ടിന് താഴത്തുള്ള ഭാഗത്തിന്. ആ ഞരാണിയുടെ അവിടെ വരുമ്പോഴേക്കും എന്താ ഈ സ്ഥിതി? ഇങ്ങനെ ചുരുങ്ങി ഇങ്ങോട്ട് വന്നു. ചുരുങ്ങി വന്നതിന് ശേഷം പരന്ന കാല, നമുക്ക് ബാലൻസ് കിട്ടി നടക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മുഴുവനും ശരീരത്തിൻ്റെ ഒരു സംഗ്രഥിതത്വത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതേപോലെ സമാജത്തിൻ്റെ ആവശ്യത്തിനാണ് ഈ നിൽക്കുന്നത് മുഴുവൻ. ഇതിൽ ആലോചിക്കാനും ചിന്തിക്കാനും തപസ്സും ഒതുക്കവുമൊക്കെയായി കഴിഞ്ഞുകൂടുന്ന ബ്രാഹ്മണ വിഭാഗം വേണം. മിലിറ്ററിയിലും പോലീസിലും ചേർന്ന് രാജ്യരക്ഷയും നിയമം പരിപാലിപ്പിക്കാനുമായിട്ട് തടിയും വടിയൊക്കെ ആയിട്ട് പോകുന്ന ഒരു വിഭാഗം പോലീസുകാരും മിലിറ്ററിക്കാരും വേണം. കൃഷി ചെയ്യാനും കച്ചവടം ചെയ്യാനുമുള്ളവർ വേണം. ഇവർക്കൊക്കെ വേണ്ട ജോലി ചെയ്യാനുള്ള ആൾക്കാരും വേണം. ഇതിൽ നാലിൽ ഏതെങ്കിലും ഒന്ന് ഇല്ലാതെ ആയാൽ നമ്മുടെ സമാജം വീക്കാവും, ക്ഷീണമാവും. ഏതെങ്കിലും ഒന്നും ഇല്ലാതെ ആയാൽ പിന്നെ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താ? അയൽ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യാം. ഇപ്പോൾ അമേരിക്കയ്ക്കും ബാക്കിയുള്ള ഓരോ രാജ്യങ്ങൾക്കും, ഇപ്പോൾ ഓസ്ട്രേലിയക്കൊക്കെ ഇവിടുന്ന് മൈഗ്രേഷൻ നടക്കുന്നുണ്ട്. എന്ത് കാര്യത്തിനാണ് മൈഗ്രേഷൻ നടക്കണേ? ഏത് വിഭാഗത്തിലാണോ ആളില്ലാത്തത് അവർക്കാണ് അവർ മൈഗ്രേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ആ സമാജത്തിന് നിലനിൽക്കാൻ വേണ്ടി പുറം രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരെ ഇറക്കുമതി ചെയ്ത് അവിടുത്തെ പൗരന്മാരാക്കി തീർക്കണു അവർ. അങ്ങനെ വല്ല അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ വേണ്ടി വരും. പ്രകൃതി സ്വയം സൃഷ്ടിക്കുന്നതായി വർണ്ണഭേദങ്ങൾ ഇല്ലാതെയായി എന്നുണ്ടെങ്കിൽ.